സച്ചിനും രേവതിയുടെ മറ്റൊരു സ്റ്റോറിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷമുള്ള ഒരു സ്റ്റോറിയാണ് കേട്ടോ പറയുന്നത്. അങ്ങനെ നമ്മുടെ രേവതിക്കാണെങ്കിൽ ആ സ്വർണം മുക്കുവണ്ടമാണ് സുധി കൊടുത്തെന്നുള്ള കാര്യങ്ങളൊക്കെ വീട്ടിലറിയുകയും അതിന്റെ ബഹളങ്ങളൊക്കെ നടക്കുകയും ചെയ്യുന്നുണ്ട്. ഇതേ സമയത്ത് തന്നെ ശ്രുതി ആലോചിക്കുന്നുണ്ട് ഈ പൈസ എങ്ങനെയെങ്കിലും തിരികെ കൊടുക്കണമെന്ന്. അവരുടെ മുമ്പിൽ വെച്ച് ശ്രുതിയാണെങ്കിൽ വെല്ലുവിളിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. 5 ലക്ഷം രൂപ എത്രയും പെട്ടെന്ന് ഞാൻ കൊടുത്തോളാമെന്നും ശ്രുതി പറയുന്നുണ്ട്. ഇത് കേട്ട് ശ്രുതിക്ക് ഭയങ്കര സന്തോഷമാണ് കേട്ടോ. മുറിയിലേക്ക് കൊണ്ടുപോയിട്ട് ശ്രുതി നീ എൻ്റെ ഭാഗ്യമാണ്, എങ്കിലും 5 ലക്ഷം രൂപ കൊടുക്കാണ് നീ ഏറ്റല്ലോ. അപ്പോഴേക്കും അവിടെ കിടന്ന ഒരു തലകാണി എടുത്ത് ശ്രുതിയെ കുറെ അടിക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് പറയുന്നുണ്ട് നിനക്ക് നാണയില്ലേ, അത്രയും പൈസ ഞാൻ ഇനി എവിടെ നൊപ്പിക്കുന്ന നീ പറയുന്നത്? അയ്യോ പിന്നെ നീ അവിടെ വാക്ക് കൊടുത്തതോ? ഒന്നും പറയണ്ട, എന്റെ ഭർത്താവായി പോയില്ലേ. ഇങ്ങനൊരു മന്ദബുദ്ധിയാണല്ലോ ഈശ്വര ഞാൻ കല്യാണം കഴിച്ചത്. അന്നത് ചെയ്യാതിരിക്കുകയാണെങ്കിൽ ഇപ്പൊ ഈ നാളം കണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നോ? ആ രേവതിയുടെയും ആ സച്ചിനെയൊക്കെ മുമ്പില് ഞാൻ എന്ത് ചെറുതായി പോയി, നാണം കിട്ടു പോയില്ലേ. നിങ്ങൾ കാരണം എല്ലാവരുടെ മുമ്പില് ഞാൻ കൊച്ചായി പോയി എന്നൊക്കെ പറയുമ്പോ ശ്രുതി പറയാണ് അന്ന് നിന്നെ സന്തോഷിപ്പിക്കാൻ വേണ്ടിട്ടാ ഞാൻ അങ്ങനെയൊക്കെ ചെയ്തത്. പക്ഷെ അതെല്ലാം ഇങ്ങനെയാവുന്ന ഒരിക്കലും ഞാൻ കരുതിയില്ല ശ്രുതി. എന്നോട് നീ ക്ഷമിക്കുക. എന്ത് ക്ഷമിക്കാൻ? മതി, നിർത്തിക്കോ. നിങ്ങളോടുള്ള ജീവിതം ഞാൻ നിർത്താൻ പോവാ. മടുത്തു. ഇതുവരെ നിങ്ങൾ എനിക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? അപ്പോ ശ്രുതി പറയുന്നുണ്ട് അങ്ങനെ പറയല്ലേ ശ്രുതി, നിനക്ക് വേണ്ടിയല്ലേ ഞാൻ ജീവിക്കുന്നത് പോലും. അല്ല, നിങ്ങൾക്ക് വേണ്ടി മാത്രം നിങ്ങൾ ജീവിക്കുന്നത്. അല്ലെങ്കിൽ പിന്നെ ഇങ്ങനെയൊന്നും നിങ്ങൾ ചെയ്യില്ലായിരുന്നു. എന്നെ ഇവരുടെയൊക്കെ മുമ്പിൽ നിങ്ങൾ നാണം കെടുത്തില്ലായിരുന്നു എന്ന് പറയുമ്പോ അവന് ഭയങ്കര സങ്കടമാകുന്നു കേട്ടോ. അവൻ പറയാണ് സോറി ശ്രുതി, എന്നോട് ക്ഷമിക്ക്. നിന്റെ മുമ്പിൽ ഒരിച്ചിരി വിലയുണ്ടാകാൻ വേണ്ടിട്ട് ഞാൻ ചെയ്ത പണിയാ. അത് ഇങ്ങനെയൊക്കെയായി കറങ്ങി എന്റെ തല തന്നെ വീഴുമെന്ന് ഞാൻ ഒരിക്കലും കരുതിയില്ല. അന്ന് എന്നോട് പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ മാത്രമേ അറിയുള്ളായിരുന്നു. ഈ വീട്ടുകാരെല്ലാം അറിഞ്ഞ് ഇങ്ങനെ നാണം കിടില്ലായിരുന്നു. നിങ്ങളുടെ അച്ഛമ്മേനെ ഇങ്ങോട്ട് എഴുന്നള്ളായിരിക്കും. അപ്പോ അതിന്റെ ബാക്കി ഞാൻ കേൾക്കേണ്ടി വരും. അല്ലെങ്കിൽ തന്നെ എന്റെ അച്ഛൻ എന്തേ, എന്റെ അമ്മ എന്തേ, എന്തൊക്കെ ചോദ്യങ്ങളാ അച്ഛമ്മ ചോദിക്കുന്നതെന്ന് നിങ്ങൾക്കറിയോ? ഉത്തരം പറഞ്ഞ് ഞാൻ മടുത്തു. എന്റെ അച്ഛന് ജയിലിലായി പോയി. അല്ലെങ്കിൽ ഇതിന്റെയൊക്കെ മറുപടി ഞാൻ ഇപ്പൊ തന്നെ കാണിച്ചു കൊടുത്തേനെ. ആ 5 ലക്ഷം രൂപയെടുത്ത് ഞാൻ അവരുടെ മുഖത്തേക്ക് എറിഞ്ഞു കൊടുത്തേനെ എന്ന് പറയാണ്. അയ്യോ ശ്രുതി, പിന്നെങ്ങനാ നീ ഏറ്റിട്ട് വന്നത്? പിന്നെ ആ പൈസ എങ്ങനെ കൊടുക്കും? അതൊക്കെ എങ്ങനെയും ഞാൻ കൊടുത്തോളാം. ഞാൻ എന്റെ ചെറിയച്ഛനെന്ന് വിളിക്കട്ടെ. എന്ത് ചെയ്യാനാ, ഇതുപോലൊരു കിഴങ്ങൻ ഭർത്താവ് ഉണ്ടായ പിന്നെ എല്ലാം ഞാൻ നോക്കിയല്ലേ പറ്റുള്ളൂ എന്നും പറഞ്ഞുകൊണ്ട് ശ്രുതി ദേഷ്യപ്പെട്ട് അവിടെ നിന്ന് ഇറങ്ങിപ്പോവാൻ കേട്ടോ. ശ്രുതി ആണെങ്കിൽ ആകെപ്പാടെ അവിടെ സങ്കടപ്പെട്ടിരിക്കുകയായിരിക്കും. ഈ സമയത്ത് ചന്ദ്ര അകത്തേക്ക് കയറി വരുന്നുണ്ട്. എടാ, അവൾ എന്താ പറഞ്ഞത്? എന്താ പറഞ്ഞിട്ട് പോയത്? എന്നെ കുറെ വഴക്ക് പറഞ്ഞു. അല്ലാതെ എന്ത് പറയാനമ്മേ. പിന്നെ 5 ലക്ഷം രൂപ ചെറിയച്ഛനോട് വിളിച്ച് ചോദിക്കട്ടെ, എങ്ങനെയെങ്കിലും അറേഞ്ച് ചെയ്ത് തരാൻ പറയാനായിട്ടാ അവള് പോയത്. എന്തായാലും ആ പൈസ കിട്ടുമായിരിക്കുമല്ലേ? എൻ്റെ അമ്മേ, അവളുടെ ചെറിയച്ഛനൊക്കെ കോടീശ്വരന്മാരല്ലേ. അവർക്ക് ഈ 5 ലക്ഷം എന്ന് പറഞ്ഞാൽ നമുക്ക് 5 രൂപ മഞ്ച് മേടിക്കാൻ കിട്ടുന്ന പോലെയാ എന്നൊക്കെ പറയുന്നുണ്ട്. ഷോ, അയാളോട് പറ കുറച്ച് കാശ് ഇങ്ങോട്ട് അയച്ചു തരാനായിട്ട്. നിങ്ങളുടെ ഈ കഷ്ടപ്പാടും ബുദ്ധിമുട്ടെല്ലാം മാറില്ലേ എന്ന് ചോദിക്കാണ് കേട്ടോ. അമ്മേ, അവളുടെ അച്ഛനിപ്പോ ജയിലിലല്ലേ. ഞാനിപ്പോ എങ്ങനെ പറയാനാ? ഓ, നിന്നെ പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല. എപ്പോഴും നിനക്ക് ഇത് മാത്രമേ പറയാനുള്ളൂ. ഇവരുടെയൊക്കെ മുമ്പിൽ നാണം കിട്ടുന്നത് നീ കണ്ടതല്ലേ. നാളെ പൈസ തരാനാ ശ്രുതി പറഞ്ഞിരിക്കുന്നത്. പൈസ എങ്ങാനും കിട്ടിയില്ലെങ്കിലേ ആ പൂക്കാരുടെ ആ ഡ്രൈവറിന്റെ മുമ്പിലേ ഞാൻ നാണം കിട്ട് തല കുനിക്കേണ്ടി വരും. നിന്റെ അച്ഛൻ പറഞ്ഞതൊക്കെ കേട്ടതാണല്ലോ. ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോവാനാ അയാൾ എന്നോട് പറഞ്ഞത്. ഞാൻ അയാളുടെ ഭാര്യയല്ല പോലും. ഈ നിമിഷം വരെ അയാളൊരു മിണ്ടിട്ടില്ല. നിനക്കറിയോ എന്ന് ചോദിക്കാണ്. അച്ഛൻ അമ്മയോട് മിണ്ടിക്കോളൂ അമ്മേ, അതിലൊന്നും കാര്യമില്ല. അച്ഛൻ വേറെ എവിടെ പോവാനാ എന്ന് പറയാണ്. അങ്ങനെ ശ്രുതിയാണെങ്കിൽ ശ്രുതി പൈസ കൊണ്ട് വന്നാൽ മതിയായിരുന്നു എന്നൊക്കെ ആലോചിച്ചോണ്ടിരിക്കുകയാണ്. ഈ സമയത്ത് നമ്മുടെ ശ്രുതി നേരെ പോണത് ആന്റണിയുടെ അടുത്തേക്കാണ് കേട്ടോ. ആന്റണിയുടെ അടുത്ത് പോയി പറയുന്നുണ്ട്, ആന്റണി എനിക്ക് അത്യാവശ്യമായിട്ട് ഒരു 5 ലക്ഷം രൂപ വേണം എന്ന് പറയാണ്. അപ്പൊ ആന്റണി ചോദിക്കുന്നുണ്ട് 5 ലക്ഷം രൂപയോ ശ്രുതി, എന്തിനാ ഇപ്പൊ അത്രയും കാശ്? അത് പിന്നെ എനിക്കൊരു അത്യാവശ്യമുണ്ട്. സച്ചിനും രേവതിയുടെ മുമ്പിൽ എന്റെ ഭർത്താവ് കാണാം. ഞാനിപ്പോ അപമാനിതയായിട്ട് നിൽക്കാണ്. അതിനു വേണ്ടിയിട്ട് എനിക്ക് 5 ലക്ഷം രൂപ അത്യാവശ്യമായിട്ട് വേണം. അതും ഇപ്പൊ തന്നെ വേണം എന്ന് പറയുന്നുണ്ട്. പൈസയൊക്കെ എന്തെങ്കിലുണ്ട്, പക്ഷെ ഇത്രയും തുകയൊക്കെ ഞാൻ എങ്ങനെ തരും എന്ന് ചോദിക്കാണ് കേട്ടോ. കാരണം ശ്രുതിയുടെ വീട്ടുകാരോ ഹസ്ബൻഡോ ആരും അറിഞ്ഞ പൈസയല്ല. പിന്നെ ഞാൻ എങ്ങനെയാ ശ്രുതി ഈ കാശ് തരുന്നത് എന്ന് ചോദിക്കുമ്പം ശ്രുതി പറയുന്നുണ്ട്, ഒരു മുദ്ര പേപ്പറിൽ ഞാൻ ഒപ്പിട്ട് തരാം. എനിക്ക് എന്തെങ്കിലും സംഭവിച്ചാലും എൻ്റെ വീട്ടുകാർ കാശ് തന്നോളും. എൻ്റെ അച്ഛൻ മലേഷ്യയിലാണ്, നല്ല കോടീശ്വരനാ. അങ്ങനെയാണെങ്കിൽ പിന്നെ അച്ഛനോട് ചോദിച്ചാൽ പോരെ. പിന്നെ എന്തിനാ ശ്രുതി ഇങ്ങോട്ട് വന്നത്? അതല്ലേ ഞാൻ പറഞ്ഞു വരുന്നത്. എൻ്റെ അച്ഛൻ മലേഷ്യയിലെ ഒരു ജയിലിലാണ്. ബിസിനസ് പാർട്ട്നേഴ്സ് ചതിച്ചതാ, അതുകൊണ്ട് സംഭവിച്ചതാ. അച്ഛൻ ഇറങ്ങിയ ആ നിമിഷം തന്നെ പൈസയൊക്കെ തിരിച്ചുകൊണ്ട് തരും. അച്ഛനോട് ഭയങ്കര ബിസിനസ് ആയിരുന്നു.
കൂട്ടുകാരെല്ലാം കൂടി ചതിച്ച് ഇപ്പൊ ജയിലിലാണ്. അതുകൊണ്ട് തന്നെ അച്ഛന്റെ ബാങ്കും ബാക്കി ബാങ്ക് ഡെപ്പോസിറ്റ്സും എല്ലാം മരവിപ്പിച്ചിരിക്കുക. ഒന്നും നമുക്കിപ്പോൾ തൊടാൻ പറ്റില്ല എന്ന് പറയുന്നുണ്ട് കേട്ടോ. പ്രോപ്പർട്ടീസും എല്ലാം ഫ്രീസ് ചെയ്തിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനൊരു കാര്യത്തിലേക്ക് വന്നത്. അവിടെ സച്ചിന് മുമ്പിൽ ഞാൻ ഒന്നുമല്ലതായി ഇന്നലെ ഒറ്റ ദിവസം കൊണ്ട്. അവരുടെയൊക്കെ മുമ്പിൽ ഞാൻ നാണം കിട്ടു. എൻ്റെ ഭർത്താവിന് ചെറിയൊരു അബദ്ധം പറ്റിയതാ. അതുകൊണ്ട് ഞാനിപ്പോൾ അവർ മുമ്പിൽ തല കുനിക്കേണ്ട അവസ്ഥയാ. ഞാൻ മുദ്ര പേപ്പറിൽ ഒപ്പിട്ട് തരാം, എനിക്ക് ഇപ്പം തന്നെ കാശ് വേണം എന്ന് പറയുന്നുണ്ട്. ശരി ശരി ശ്രുതി, എനിക്ക് വിശ്വാസമാണ്, എത്ര രൂപ വേണമെങ്കിലും തരാം. പിന്നെ മുദ്ര പേപ്പറിലൊന്നും ഒപ്പിടണ്ട, അത് വേണം ആന്റണി. ഞാൻ എത്രയും പെട്ടെന്ന് മുദ്ര പേപ്പറിൽ ഒപ്പിട്ട് തരാം. അങ്ങനെ മുദ്ര പേപ്പറിൽ എഴുതി ഒപ്പുവെച്ച് കൊടുക്കുക കേട്ടോ ശ്രുതി. അങ്ങനെ അവനത് വാങ്ങിച്ചു വെക്കുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, ശ്രുതി എനിക്ക് വേറൊരു സഹായം കൂടി ചെയ്യണം. ഇത്രയും കാശ് ഞാൻ തരുന്നല്ലേ, എന്ത് സഹായം ആന്റണിക്ക് വേണ്ടത്? അത് പിന്നെ വേറൊന്നുമല്ല, നമ്മളുടെയൊക്കെ പൊതുശത്രുവാണല്ലോ ആ സച്ചി. അവൻ എനിക്ക് ഒതുക്കണം എന്ന് പറയുമ്പോൾ അതിനുവേണ്ടി എന്ത് ചെയ്യാൻ ഞാൻ തയ്യാറാ. അവനും അവന്റെ ഭാര്യയും കൂടി എന്നെ കുറച്ചൊന്നുമല്ല അവരുടെ കഷ്ടപ്പെടുന്നത്. രണ്ടുപേർക്കും എപ്പോഴും എന്നെ എൻ്റെ ഭർത്താവിനെയും കളിയൊക്കെ മാത്രമേ സമയമുള്ളൂ. ഇന്നലെയാണെങ്കിൽ കൂടി അവർ എന്നെ ഒരുപാട് പുച്ഛിച്ചു. അവരുടെയൊക്കെ മുമ്പിൽ ഞാൻ ക്ഷമ പറയേണ്ട അവസ്ഥ വരെ എത്തി. അതിനൊക്കെ എനിക്ക് പ്രതികാരം ചെയ്യണം. ഈ കാശ് ആദ്യം അവന്റെ മുഖത്തേക്ക് വലിച്ചെറിഞ്ഞ് കൊടുക്കണം. അതിനുശേഷം എന്ത് വേണമെങ്കിലും ചെയ്യാൻ ഞാൻ തയ്യാറാ. എന്ത് ചെയ്യണമെന്നൊക്കെ കൃത്യസമയത്ത് ഞാൻ വിളിച്ചറിയിക്കാം. അതുപോലെ എന്നെ സഹായിച്ചാൽ മതി. സഹായിക്കുകയൊക്കെ ചെയ്യാം, പക്ഷെ ഞാൻ പിടിക്കപ്പെടരുത്. കാരണം ഞാൻ ആ വീട്ടിലെ മരുമകളാണെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ. എന്തെങ്കിലും പിടിക്കപ്പെട്ടാ എന്നെ അവിടുന്ന് പുറത്താക്കും. ആ അവസ്ഥ ഉണ്ടാവരുത്. അങ്ങനെയൊന്നും ഉണ്ടാവില്ല, ശ്രുതി പേടിക്കണ്ട. ഞാനേ കാര്യങ്ങളൊക്കെ സ്മൂത്തായിട്ട് ഡീൽ ചെയ്തോളാം. ആരും അറിയാത്ത രീതിയിൽ എല്ലാം ഞാൻ സെറ്റാക്കിക്കോളാം എന്നും പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ ശ്രുതിക്ക് 5 ലക്ഷം രൂപ ആന്റണി കൊടുക്കാണ്. 5 ലക്ഷം രൂപയും കൊണ്ട് അവൾ അവിടെ നിന്ന് പോകുന്നുണ്ട് കേട്ടോ. ഈ സമയത്ത് അവിടുന്ന് ഫ്രണ്ട് ചോദിക്കുന്നുണ്ട്, ആന്റണിയേട്ടാ, നേരത്തെ 2 ലക്ഷം, ഇപ്പൊ 5 ലക്ഷം, മൊത്തം 7 ലക്ഷം രൂപ കൊടുത്തില്ലേ? ഇത്രയും കൊടുക്കണമായിരുന്നോ? എടാ, പോയതേ പണം കായ്ക്കുന്ന ഒരു മരവാ. അവളുടെ അച്ഛനൊക്കെ മലേഷ്യ വലിയ കോടീശ്വരന്മാരാ. അവൾ പറഞ്ഞത് കേട്ടില്ലേ? അവിടുന്ന് മാത്രമല്ല, അവളെ നമുക്ക് ആവശ്യമുള്ളൊരു ഉപകരണമാണ്. സച്ചിക്ക് നേരെ തൊടുക്കാനുള്ള അമ്പാണ് അവള്. അതുകൊണ്ട് അതെപ്പോഴും നമ്മുടെ കയ്യിൽ ഇരിക്കണം. അത് മാത്രമല്ല, മേടിച്ച പൈസയുടെയൊക്കെ പലിശ അവള് കൃത്യമായി തരുന്നുണ്ട്. നമുക്ക് പലിശ കിട്ടിയാൽ പോരെടാ എന്ന് പറയാണ്. ഒരു 5-6 മാസം കൊണ്ട് ആ മുതൽ ഞാൻ പലിശയിൽ ഒപ്പിക്കും. പിന്നെ ബാക്കി അതൊക്കെ ഞാൻ ഒപ്പിച്ചെടുത്തോളാം എന്നാണ് പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ ശ്രുതി നേരെ വീട്ടിലേക്ക് ചെല്ലുന്നുണ്ട്. ചെല്ലുമ്പോൾ അവിടെ എല്ലാവരും ഉണ്ടായിരിക്കും കേട്ടോ. അപ്പോഴേക്കും രവിയോട് പറയുന്നുണ്ട്, അങ്കിളെ, ഞാൻ ഇന്നലെ പറഞ്ഞിരുന്നല്ലോ 5 ലക്ഷം രൂപ ഇന്ന് ഞാൻ കൊടുത്തേക്കാന്ന്. ദേണ്ടേ ആ പൈസ എന്ന് പറഞ്ഞ് ഡെസ്കിലോട്ട് വെക്കുന്നുണ്ട്. അപ്പോഴേക്കും നമ്മുടെ രവി ചോദിക്കുകയാണ്, അല്ല മോളെ, ഇത്ര പെട്ടെന്ന് അങ്ങനെ ഇത്രയും കാശ് കിട്ടിയത്? അത് പിന്നെ ഞാൻ എൻ്റെ ചെറിയച്ഛനെ വിളിച്ച് പറഞ്ഞിരുന്നു. ചെറിയച്ഛൻ അപ്പോൾ തന്നെ പൈസ അറേഞ്ച് ചെയ്തു റടെ കൊടുത്തു വിട്ടതാ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ചന്ദ്ര പറയുന്നുണ്ട്, കണ്ടോ അവളെ കണ്ടോ, 5 ലക്ഷം രൂപയൊക്കെ പുഷ്പം പോലെ അവൾ ഉണ്ടാക്കിക്കൊണ്ട് വരും. ഒറ്റ സെക്കൻഡ് കൊണ്ട് ആ പൈസ ഉണ്ടാക്കൊണ്ട് വന്നത് കണ്ടോ എന്ന് പറയാണ്. നീ മിണ്ടിപ്പോവരുത് ചന്ദ്രേ, എല്ലാം ഉണ്ടാക്കി വെച്ചിട്ട് അവൾ പറയുന്നത് കേട്ടില്ലേ, മിണ്ടിപ്പോവരുത് എന്ന് രവി പറയാണ്. അപ്പോൾ ശ്രുതി പറയുന്നുണ്ട്, സച്ചിൻ രേവതിയും എന്നെ കുറെ കളിയാക്കിയല്ലോ. ഭർത്താവ് അങ്ങനെ ഒരു കുറ്റം ചെയ്തപ്പോൾ എല്ലാവരും കൂടി എൻ്റെ തലയിൽ കയറിയില്ലേ. എന്നെ അറിയിക്കാതെയാ അതൊക്കെ ചെയ്തത്. അല്ലെങ്കിൽ ഒരിക്കലും ആ ഗതികൾ ഉണ്ടായി വരില്ലായിരുന്നു. ആ 5 ലക്ഷം രൂപയും ഞാൻ തന്നെ കൊടുത്തേനെ. എന്നെ അറിയാതെ ചെയ്തുകൊണ്ടാണ് എനിക്ക് സംഭവിച്ചത്. വേണ്ടേ നിങ്ങളുടെ 5 ലക്ഷം രൂപ എടുത്തോണ്ട് പോ എന്ന് പറയുമ്പോൾ സച്ചി പറയാണ്, എടുത്തോണ്ട് പോകുന്നു പറഞ്ഞ് നീ ആട്ടാനേ, അത് നിന്റെ ഔദാര്യമൊന്നുമല്ല, ഞങ്ങളുടെ അവകാശമാണ്. ഞങ്ങളുടെ സ്വർണം കൊണ്ടുപോയിട്ട് കട്ടി വിറ്റല്ലേ ഇതിന്റെ കെട്ടിയവൻ, പിന്നെ എന്തിനാ നീ ഇത്ര കിടന്ന് ചൂടാവുന്നത് എന്ന് സച്ചി ചോദിക്കാണ്. അപ്പൊ രവി പറയുന്നുണ്ട്, മതി, ഇനി ആ പ്രശ്നമൊന്നും ആരും പറയണ്ട. ഇന്നലെ പറഞ്ഞ് അവസാനിപ്പിച്ചല്ലേ. നിങ്ങൾക്ക് ഉള്ള കാശ് അവൾ കൊണ്ടുവന്നിട്ടുണ്ട്. രേവതി മോളെ ആ പൈസ എടുക്ക് എന്ന് പറയുമ്പോൾ രേവതി ഡെസ്കിൽ നിന്ന് ആ പൈസ എടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ശ്രുതി പറയുന്നുണ്ട്, ഇനി എൻ്റെ ഭർത്താവിനെ ആരും ചൊറിയാൻ വരണ്ട. അയാൾ എന്തെങ്കിലും തെറ്റിയിട്ടുണ്ടെങ്കിലേ അത് വീട്ടാൻ എനിക്കറിയാം. എൻ്റെ അച്ഛൻ ഒന്ന് പുറത്തിറങ്ങിക്കോട്ടെ, അതിനുശേഷം ഞാൻ ആരാണെന്നും എൻ്റെ പവർ എന്താണെന്നും ഞാൻ കാണിച്ചു തരാം എന്ന് പറയാൻ കേട്ടോ. രവി പറയാണ്, എന്തായാലും ഇതിങ്ങനെയൊക്കെയായി. മോനെ സച്ചി, ആ കാശ് കൊണ്ട് നിങ്ങൾ എന്തായാലും മുകളിലൊരു മുറി പണി. 7 ലക്ഷം രൂപ വേണമെന്നല്ലേ അന്ന് അയാൾ പറഞ്ഞത്. ഇതിപ്പോ 5 ലക്ഷം രൂപയുണ്ടല്ലോ. എന്തായാലും ഏറെക്കുറെ പണിയൊക്കെ അതിൽ നിന്ന് തീരും. ബാക്കി നമുക്ക് ഒപ്പിക്കാടാ എന്ന് പറയുന്നുണ്ട്. സച്ചി പറയാണോ, അത് വേണ്ടച്ചാ. രേവതി പറഞ്ഞല്ലേ ഞാൻ അധ്വാനിക്കുന്ന കാശ് കൊണ്ട് തന്നെ അവളൊരു മുറി പണിയെന്ന്, അതുകൊണ്ട് അത് മതി.
പിന്നെ ഇത് അച്ഛമ്മ വന്ന സ്വർണത്തിന്റെ കാശല്ലേ, അതുകൊണ്ട് ഈ പണം വേണ്ട എന്ന് പറയുമ്പോ രവി പറയുന്നുണ്ട്, എടാ സച്ചി, ഞാൻ പറഞ്ഞത് കേക്ക്. ഇനി എത്ര കാലം നീ ഇങ്ങനെ ടെറസിലും ഇവിടെ തറയിലും കിടക്കും? നിങ്ങൾക്കായിട്ട് ഒരു മുറിയൊക്കെ വേണ്ടേ എന്ന് പറയാണ്. സച്ചി പറയുന്നുണ്ട്, ഈ പൈസ എന്തായാലും ഞങ്ങളെ ബാങ്കിൽ ഇടുക അച്ഛാ, ഇപ്പൊ അതെടുക്കുന്നില്ല. അല്ലെങ്കിൽ അച്ഛമ്മ വരട്ടെ, അച്ഛമ്മയ്ക്ക് ഇഷ്ടപ്പെട്ട ആഭരണങ്ങള് ഈ കാശ് കൊണ്ട് ഞങ്ങൾ വാങ്ങിച്ചോളാം. അല്ലാതെ ഇതിപ്പോ എടുത്തുണ്ടോ ചെലവാക്കാന് ഞങ്ങൾക്ക് മനസ്സിലച്ചാ. മനസ്സിന് അത് വല്ലാത്ത ബുദ്ധിമുട്ടാ. എന്റെ അച്ഛമ്മ വന്ന സ്വർണത്തിന്റെ കാശല്ലേ ഇത് എന്ന് പറയാണ്. രവി പറയുന്നുണ്ട്, അപ്പോ ഞാൻ പറയുന്നത് കേൾക്കുന്നില്ല എന്നുണ്ടെങ്കിലേ നിന്റെ അച്ഛമ്മ ഇങ്ങോട്ട് വരട്ടെ, അച്ഛമ്മ എന്നെ തീരുമാനിക്കുന്നതെന്ന് നമുക്ക് നോക്കാലോ. ഞാൻ പറഞ്ഞാൽ കേട്ടില്ലെങ്കിലും നിന്റെ അച്ഛമ്മ പറഞ്ഞത് കേൾക്കുമല്ലോ എന്ന് ചോദിക്കാണ്. സച്ചി പറഞ്ഞിട്ട്, അതെന്തായാലും ശരി അച്ഛൻ പറഞ്ഞത്. പക്ഷേ അച്ഛമ്മയുടെ അഭിപ്രായവും ഞാൻ പറഞ്ഞതന്നെ ആയിരിക്കുന്ന എന്റെ ഓർമ്മ. എന്തായാലും അച്ഛമ്മ ഇങ്ങോട്ട് വരട്ടെ, എല്ലാ കാര്യങ്ങളും ഞാൻ വിളിച്ചറിയിച്ചിട്ടുണ്ട്. അമ്മയും മോനും കൂടി സ്വർണം കെട്ട് വിറ്റതും അത് മുക്കുകൊണ്ടാക്കി വെച്ചതും എല്ലാം ഇങ്ങോട്ട് വരട്ടെ, രണ്ടിരട്ടും കിട്ടിക്കോളും എന്ന് പറയുന്നുണ്ട്. അങ്ങനെ സച്ചിൻ രേവതിയും ഈ ക്യാഷ് കൊണ്ട് പിറ്റേ ദിവസം ബാങ്കിൽ ഇടുന്നുണ്ട് കേട്ടോ. രേവതി ചോദിക്കുകയാണ്, അല്ല സച്ചിടാ, നമുക്കതുകൊണ്ട് ഒരു മുറി പണിയായിരുന്നു. ഒരു മുറി ഇല്ലാത്തത് അല്ലാത്ത കഷ്ടാ. ശ്രുതിയുടെ മുറിയിലല്ലേ എന്റെ ഡ്രസ്സും സാധനമൊക്കെ വെച്ചിരിക്കുന്നത്. എപ്പോഴും അവര് ഉറങ്ങിക്കഴിഞ്ഞിട്ടൊക്കെയാ, അവര് എണീച്ച് പോയി കഴിഞ്ഞിട്ടൊക്കെയാ ഞാൻ പോയി ഡ്രസ്സൊക്കെ എടുക്കാറ്. വേറെ നമുക്ക് അലമാരിയൊന്നും ഇല്ലല്ലോ എന്ന് പറയുമ്പോൾ സച്ചി പറയുന്നുണ്ട്, നിന്റെ വിഷമം ബുദ്ധിമുട്ടൊക്കെ എനിക്ക് മനസ്സിലാവുന്നുണ്ട് രേവതി. പക്ഷെ എല്ലാവരും മുമ്പിൽ വെച്ച് നീ ഒരു വാക്ക് പറഞ്ഞാലേ, അതുകൊണ്ടാ. എത്രയും പെട്ടെന്ന് ഞാൻ നിനക്ക് നേടി തന്നിരിക്കും, നീ വിഷമിക്കണ്ട എന്ന് പറയാണ്. രേവതി പറയുന്നുണ്ട്, സാരമില്ല, ഇപ്പൊ എനിക്കും എല്ലാം മാറിയല്ലോ. ഇനി നമുക്ക് ഒന്നിച്ച് കൈകോർത്ത് ആരംഭിക്കാൻ സച്ചിയേട്ടാ. വീണ്ടും പഴയതുപോലെ നമ്മൾ ഉയർത്തെഴുന്നേറ്റ് വരും എന്ന് രേവതി പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ സച്ചിൻ രേവതിയും അവരവന്റെ ജോലിക്കൊക്കെ ആയിട്ട് പോവാണ്. ശ്രുതിയാണെങ്കിലോ ആകെപ്പാട് ടെൻഷൻ അടിച്ചിരിക്കുകയാണ് കേട്ടോ. കാരണം ഈ 5 ലക്ഷം രൂപ, മുമ്പത്തെ 2 ലക്ഷം രൂപയുടെ പലിശ എല്ലാം കൂടി അവൾ ഉണ്ടാക്കണമല്ലോ. അവളുടെ പാർലറിൽ വലിയ കച്ചവടമൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ അവൾക്ക് വലിയ സാലറി ഒന്നും കിട്ടുന്നില്ല. ഇപ്പോൾ ആകെപ്പാട് ടെൻഷനിലാണ് കേട്ടോ. അങ്ങനെ ശ്രുതി ചോദിക്കുന്നുണ്ട്, എന്താ ശ്രുതി, എന്താ നീ ടെൻഷൻ അടിച്ചിരിക്കുന്നത്? മിണ്ടി പോവരുത്, എല്ലാം ഉണ്ടാക്കി വെച്ചിട്ട് എന്താ ടെൻഷൻ എന്ന് പോലും. ഈ 5 ലക്ഷം രൂപ ഇനി ഞാൻ 5 ലക്ഷം രൂപ എന്താ നിന്റെ ചെറിയച്ഛൻ തന്നല്ലേ? അതെ, ചെറിയച്ഛൻ തന്നതാ. എങ്കിലും നാണക്കേടല്ലേ, തിരിച്ചു കൊടുക്കണ്ടേ? എന്തിന്? നിന്റെ ചെറിയച്ഛൻ തന്ന കാശല്ലേ? അതവർക്ക് മുട്ടായി മേടിക്കാനുള്ള കാശുള്ളൂ നീയല്ലേ പറഞ്ഞത്. ആ പൈസ ആരെങ്കിലും തിരിച്ചു കൊടുക്കോ ശ്രുതി എന്ന് ചോദിക്കാണ്. എങ്കിലും നമുക്കൊരു അഭിമാനം ഇല്ലേ ശ്രുതി? ഒന്നും സാരയില്ല, നിന്റെ അച്ഛൻ വരുമ്പോളെ നമുക്ക് മേടിച്ചങ്ങ് കൊടുത്താൽ പോരെ എന്ന് പറയുമ്പോൾ ശ്രുതിക്ക് എന്ത് ചുണം അറിയാതിരിക്കുകയാണ് കേട്ടോ. വൈകുന്നേരം ആണെങ്കിൽ ശ്രുതിയാണെങ്കിൽ കണക്കൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയായിരിക്കും. എന്നിട്ട് പറയുന്നുണ്ട്, ഈ മാസം എന്തായാലും നമുക്ക് അത്യാവശ്യം സെയിൽ ഉണ്ടായിരുന്നു ശ്രുതി. നമുക്കേ ഒരു 3 ലക്ഷം രൂപയുടെ അടുത്ത് വരുമാനമുണ്ട്. കണക്കൊക്കെ മുഴുവനായിട്ട് നോക്കണം. എല്ലാം ഒന്ന് താളം തെറ്റി കിടക്കുക. കുറച്ച് ദിവസമായിട്ട് ഈ ടെൻഷനിലായിരുന്നു, അതുകൊണ്ട് തന്നെ ഒന്നും നോക്കാൻ പറ്റിയില്ല. ഈ മാസം നമുക്ക് 3 ലക്ഷം രൂപ അടുത്ത് ലാഭമുണ്ടോ? ഉണ്ട് ശ്രുതി, ഉണ്ട്. അതിനടുത്ത് തന്നെ കാണും. എന്തായാലും ഈ കണക്കുകളൊക്കെ നീ ഒന്ന് നോക്കിയേ, ഞാനൊന്ന് കുളിച്ചിട്ട് വരാം എന്ന് പറയാൻ കേട്ടോ. ഈ ഒരു സമയത്ത് ശ്രുതിയുടെ അടുത്ത് ക്യാഷ് ഉണ്ട്, കുറച്ച് ബാങ്കിലും കിടപ്പുണ്ട് കേട്ടോ. അവനതങ്ങനെ എണ്ണിയിട്ടില്ല. എല്ലാം കണക്കൊന്ന് നോക്കി ടാലിയാക്കിയിട്ട് എണ്ണം നോക്കി ഓർത്തിരിക്കുകയായിരിക്കും. ഈ സമയത്ത് അതിൽ നിന്ന് അവളെ തന്ത്രപൂർവ്വം അയാൾക്ക് പലിശ കൊടുക്കണമല്ലോ, അതുകൊണ്ട് തന്നെ 50,000 രൂപയുടെ സാധനങ്ങൾ വിറ്റതിനുള്ള ആ ഒരു ഇതൊക്കെ കാണുമല്ലോ കമ്പ്യൂട്ടറിൽ, അതെല്ലാം അവൾ ഡിലീറ്റ് ചെയ്ത് കളയുന്നുണ്ട് കേട്ടോ. 50,000 രൂപയുടെ ലാഭം കിട്ടിയ സാധനങ്ങൾ ഡിലീറ്റ് ചെയ്ത് കളയുന്നുണ്ട്. എന്നിട്ട് പ്രോഫിറ്റ് കുറച്ച് 2,60,000 എന്ന് കാണിച്ചിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ ശ്രുതി വന്നു കഴിയുമ്പം ശ്രുതി പറയുന്നുണ്ട്, അവൻ്റെ ഇരുന്ന കാശിൽ നിന്ന് 50,000 രൂപ അടിച്ച് മാറ്റുന്നുണ്ട് കേട്ടോ. ശ്രുതി, ഇത് അത്രേ പൈസ ഇല്ലല്ലോ, 2,60,000 രൂപയുള്ളല്ലോ. അയ്യോ, അങ്ങനെ വരാൻ വഴിയില്ലല്ലോ. എൻ്റെ ഒരു കണക്കുകൂട്ടിൽ 3 ലക്ഷം രൂപ ഉറപ്പായിട്ടും കാണും. അല്ല ശ്രുതി, നിനക്ക് തെറ്റിപ്പോയതായിരിക്കും, ഞാൻ നോക്കട്ടെ എന്നും പറഞ്ഞുകൊണ്ട് ശ്രുതി നോക്കുന്നുണ്ട്. അയ്യോ, 2,60,000 രൂപയുള്ളല്ലോ, അങ്ങനെ ഒരു വഴിയില്ല. ഇതിലേതെങ്കിലും മിസ്സായിട്ടുണ്ടോ? ഒന്നുകൂടി ബില്ലൊക്കെ ടെസ്റ്റ് ചെയ്യാണ്. അവൾ ഓൾറെഡി ഡിലീറ്റ് ചെയ്ത് കളഞ്ഞല്ലോ. ഇത്രയേ ഉള്ളല്ലേ? എൻ്റെ കണക്കൂട്ടലിൽ ഒരു 3 ലക്ഷം രൂപ ഉണ്ടാവുമായിരുന്ന ഡീലർക്ക് ഈ മാസം 3 ലക്ഷം രൂപയിലും കൊടുക്കണ്ടേ? കുറച്ച് പൈസയൊക്കെ ഞാൻ കൊടുത്തു, എങ്കിലും ഇനിയും കൊടുക്കാൻ കിടക്ക, എവിടെ നിന്നുണ്ടാക്കും എന്ന് പറയുമ്പോൾ ശ്രുതി ചോദിക്കുന്നുണ്ട്, ഇത് ലാഭമല്ലേ ശ്രുതി? നമ്മൾ ഡീലർക്ക് പൈസ മുതലേ നല്ല കൊടുക്കുന്നത്. അതൊക്കെ ശരിയാ, അതല്ല, കുറച്ച് സാധനങ്ങൾ കൂടി നമ്മൾ പുതിയതായിട്ട് പർച്ചേസ് ചെയ്തില്ലേ, അതിൻ്റെയൊക്കെ പൈസ കുറച്ച് പേരുടെ കൊടുത്തോണ്ടിരിക്കുകയായിരുന്നു. അതാകുമ്പോൾ കുറേ നാൾ കഴിയുമ്പോൾ നമ്മുടെ സാധനമെല്ലാം നമ്മുടെ കയ്യിൽ ഫ്രീ ആയിട്ട് നമ്മുടെ തന്നെ കിട്ടും. അല്ലെങ്കിൽ എന്നും ഇങ്ങനെ ഷെയറിൽ പോയിക്കൊണ്ടിരിക്കത്തില്ലേ എന്ന് ചോദിക്കാൻ കേട്ടോ.
ശ്രുതി, നീ ഒരു മാസം കൊണ്ട് 2,60,000 രൂപ ലാഭം ഉണ്ടാക്കിയിരിക്കുന്നത് അത് ചെറിയ കാര്യമാണോ? വലിയ അച്ചീവ്മെന്റ് അല്ലേ? ആ വർഷ ജോലിക്ക് പോയാൽ ഒരു 50 രൂപ മാസം കിട്ടുന്നത്. ശ്രീകാന്തനും അത്രയൊക്കെ ഉള്ളൂ. രേവതി പോയാൽ എന്താ മാസം ഒരു 10-15 രൂപ കിട്ടും. സച്ചിക്കോ 10-20,000 രൂപയുള്ളൂ. അതും CC അടക്കണം. അപ്പോൾ നമ്മളല്ലേ ബെറ്റർ. എനിക്ക് പാർലറിൽ നിന്നുണ്ട് ലാഭം, നിനക്ക് ഇവിടുന്ന് കൊണ്ട് രണ്ടോട് കൂട്ടിയാ എത്ര രൂപയുണ്ടല്ലേ എന്ന് പറയാണ്. അത് ശരിയാ ശ്രുതി പറഞ്ഞത്. നമ്മളാ ഇപ്പൊ ഇവിടുത്തെ ഏറ്റവും വരുമാനമുള്ളവർ അല്ലേ ശ്രുതി എന്ന് പറയുന്നുണ്ട്. പക്ഷേ അതിനുള്ള ബഹുമാനമൊന്നും ആരും തരുന്നില്ല. എന്റെ പൊന്നു ശ്രുതി, ബഹുമാനത്തിന് വേണ്ടി അന്ന് ഇതുപോലെ പൊട്ടത്തിലൊന്നും ചെയ്തേക്കരുതേ. നമുക്കെന്തായാലും ഇതൊക്കെ ഒന്ന് സെറ്റ് ആവട്ടെ. കൂടുതൽ ലാഭം ഉണ്ടാക്കണം, കച്ചവടത്തിൽ നമ്മൾ ഒന്നുകൂടെ കോൺസെൻട്രേറ്റ് ചെയ്യണം എന്ന് പറയാണ്. അങ്ങനെ ശ്രുതിയെ പറ്റിച്ച് 50,000 രൂപ ശ്രുതി അപ്പോൾ തന്നെ അടിച്ചു മാറ്റുന്നുണ്ട് കേട്ടോ. ശ്രുതിക്കാണെങ്കിലോ അത് മനസ്സിലായതുമില്ല. അങ്ങനെ ആ പണവുമായിട്ട് ആന്റണിയെ കാണാനായിട്ട് ശ്രുതി പോകുന്നുണ്ട്. ആന്റണിയുടെ ഓഫീസിൽ പോയിട്ട് ഈ പലിശ പൈസ കൊടുക്കുന്നുണ്ട് കേട്ടോ. ആന്റണി പറയാണ്, ഓരോ മാസവും വമ്പൻ തുക തന്നെ പലിശ തരേണ്ടി വരുമല്ലോ. അത് സാരമില്ല, എൻ്റെ അച്ഛൻ ഒന്ന് ഇറങ്ങിക്കോട്ടെ, ഇതൊക്കെ അപ്പോൾ തന്നെ എനിക്ക് ഒറ്റയടിക്ക് വീട്ടാന്നല്ലേ ഉള്ളൂ എന്ന് ശ്രുതി പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ ശ്രുതി അതും പറഞ്ഞിട്ട് അവിടുന്ന് ഇറങ്ങി വരികയാണ് കേട്ടോ. അവൻ്റെ ഓഫീസിൽ ഇങ്ങനെ ഇറങ്ങി ശ്രുതി തന്നെയാണ് പോകുന്നത്. അപ്പോൾ ഇത് നമ്മുടെ സച്ചി കാണുന്നുണ്ട്. സച്ചി കാറിൽ ഇരുന്ന് ഓട്ടം പോകുന്ന സമയത്തായിരിക്കും ഇത് കാണുന്നത്. ഇത് പാർലറിലെത്തിയല്ലേ, ഏട്ടത്തി എന്തിനാ ഇവന്റെ ഓഫീസിലേക്ക് പോകുന്നത് എന്നാലേക്കാണ്. ഇനി ഇവനും അവളുമായിട്ട് എന്തെങ്കിലും ഇടപാടുണ്ടോ? നമ്മുടെ വീട്ടിൽ നടക്കുന്ന സംഭവങ്ങൾക്കൊക്കെ ഇവളൊക്കെ എന്തോ ബന്ധമുണ്ടെന്നൊക്കെ എനിക്ക് തോന്നാറുണ്ട്. എന്തോ ചതിയുണ്ട് എന്നും പറഞ്ഞുകൊണ്ട് നേരെ പാർലറേട്ടത്തിയുടെ മുമ്പിൽ കൊണ്ട് വണ്ടി നിർത്താണ്. അപ്പോഴേക്കും ശ്രുതി നോക്കുമ്പോൾ ഏട്ടത്തി എവിടെ പോയതാ എന്ന് ചോദിക്കുമ്പോൾ അത് ഞാൻ അടുത്തൊരു ക്ലയന്റിനെ കാണാൻ പോയതാ. ആരാ, ആന്റണിയാണോ ആ ക്ലയന്റ് എന്ന് ചോദിക്കുമ്പം ശ്രുതി ഒന്ന് ഞെട്ടാണ്. അല്ല, ആന്റണിയുടെ ഓഫീസിൽ നിന്ന് ഇറങ്ങി വരുന്നത് കണ്ടു, അതുകൊണ്ട് ചോദിച്ചതാ എന്ന് പറയുമ്പോൾ അതൊന്നും നിന്നെ ബോധ്യപ്പെടുത്തേണ്ട കാര്യം എനിക്കില്ല. എനിക്ക് പല കേസുകെട്ടുകളും കാണും, നീ എന്തിനാ അതൊക്കെ അന്വേഷിക്കുന്നത്? അത് പിന്നെ ഞാൻ അന്വേഷിക്കണ്ടേ? ഒന്നുമില്ലെങ്കിലും എൻ്റെ ഏട്ടന്റെ ഭാര്യയല്ലേ നിങ്ങള്, തരകടയാണെങ്കിലും എൻ്റെ ഏട്ടത്തിയാണല്ലോ എന്ന് പറയുമ്പോൾ നീ നിന്റെ കാര്യം നോക്കി പോവാൻ നോക്ക്, എന്റെ കാര്യം നോക്കാനേ എനിക്കറിയാം എന്നും പറഞ്ഞിട്ട് അവള് ദേഷ്യപ്പെട്ട് പോകുമ്പം കുറച്ച് ദൂരം ഉണ്ടല്ലോ പാർലറിലേക്ക് പോവാൻ, ഞാൻ വേണേ കൊണ്ടാക്കാം, AC ഉണ്ട് എന്ന് പറയുമ്പോൾ എനിക്ക് നിന്റെ AC ആവശ്യമൊന്നുമില്ല, ഞാൻ വല്ല ഊബർ വിളിച്ച് പൊക്കോളാം എന്നും പറഞ്ഞ് ദേഷ്യപ്പെടുകയാണ്. എന്നാ ശരി ആയിക്കോട്ടെ എന്നും പറഞ്ഞ് സച്ചി പോകുന്നുണ്ട്. സച്ചി മനസ്സിൽ ആലോചിക്കുന്നുണ്ട്, ഇവക്കും അവനും തമ്മിൽ എന്തൊക്കെ ഇടപാടുണ്ട്, അതെന്തായാലും കണ്ടുപിടിക്കണം, വെച്ചോണ്ടിരിക്കാൻ പാടില്ല എന്ന് മനസ്സിൽ ഓർക്കുന്നുണ്ട്. അതിനുശേഷം സച്ചി പോവാണ്. ശ്രുതിക്കാണെങ്കിലോ നല്ല പേടിയാവുന്നുണ്ട്. ആന്റണിയുടെ ഓഫീസിൽ നിന്ന് ഇറങ്ങി വരുന്നത് കണ്ടല്ലോ, ഇതങ്ങാണം പോയി വീട്ടിൽ പറഞ്ഞാല് എന്തിനാ ഏതാ എങ്ങനെയെന്നൊക്കെ ചോദ്യം വരുമല്ലോ, അതൊക്കെ ഓർത്ത് അവൾ നന്നായി പേടിക്കുന്നുണ്ട്. അങ്ങനെ വീട്ടിലേക്ക് ചെല്ലുമ്പോൾ ചന്ദ്രൻ ശ്രുതിയോട് ചോദിക്കുന്നുണ്ട്, അല്ല മോളെ, അവനിപ്പോ ഒരുപാട് നല്ല വരുമാനമൊക്കെ കിട്ടുന്നുണ്ടല്ലോ, പിന്നെ മോക്ക് എന്താ മോളുടെ സ്വർണ്ണമാല തിരിച്ചെടുത്താല്? അല്ല ആന്റി, അതിനെപ്പറ്റി ഞങ്ങൾ ചിന്തിക്കുന്നുണ്ട്. മാത്രല്ല എൻ്റെ അച്ഛൻ കുറച്ച് ക്യാഷ് ചെറിയച്ഛനെ കൊടുത്തിടാന്ന് പറഞ്ഞിട്ടുണ്ട്, കുറച്ചുകൂടി സ്വർണം മേടിക്കാന്നാ ഞങ്ങളുടെ തീരുമാനം. ആണോ മോളെ? അത് കൊള്ളാലോ, സ്വർണം മേടിച്ച് മോളിടണം. രേവതിയെ കണ്ടില്ലേ, എന്തൊരു അഹങ്കാരമായിരുന്നു, വെറും 5 ലക്ഷം രൂപയുടെ സ്വർണം കൊണ്ടുവന്നിട്ട് എന്തൊരു അഹങ്കാരം അവളോട് കിടന്ന് കാണിച്ചത്. അതിന് പ്രതികാരം മോള് ചെയ്യണം. ശ്രുതിക്കിപ്പോ നല്ല വരുമാനം ഉണ്ടല്ലോ, അതിന് ആദ്യം തന്നെ ഈ മഞ്ഞച്ചരട് മാറ്റിയിട്ട് ഒരു താലിമാല മോള് കഴുത്തിൽ വാങ്ങിയിടണം. അതിനുശേഷം അച്ഛൻ തരുന്ന പൈസ തന്നെ ഇഷ്ടം പോലെ സ്വർണം വാങ്ങിച്ച് മോള് ദേഹത്തും കഴുത്തലും എല്ലാം ഇടണം. അതൊക്കെ നടക്കുമേ. എന്തായാലും ഞങ്ങളുടെ കടങ്ങളൊക്കെ ഞങ്ങളിപ്പോ ഒതുക്കിക്കൊണ്ടിരിക്കുകയാണ്, എത്രയും പെട്ടെന്ന് തന്നെ ഞങ്ങൾക്ക് എല്ലാം ചെയ്യാനാവും. ശ്രുതി ഇപ്പോ നന്നായി കോൺസെൻട്രേറ്റ് ചെയ്യുന്നുണ്ട് എന്ന് പറയാണ്. മോളെ, അവനെ ശ്രദ്ധിച്ചോണം, അവൻ അതിലൊന്നും തീരെ പിടുത്തമില്ല, മോളുള്ള എൻ്റെ ഏക ആശ്വാസം. അത് പിന്നെ എനിക്ക് അറിയില്ല ആന്റി, ഞാൻ അതുപോലെ നോക്കുന്നുണ്ട്, കമ്പനി കാര്യങ്ങളെല്ലാം ഞാൻ അതുപോലെ കോൺസെൻട്രേറ്റ് ചെയ്യുന്നുണ്ട് എന്ന് പറയുമ്പോൾ സച്ചി അങ്ങോട്ട് പറയാണ്. അങ്ങോട്ട് കയറി വരുന്നുണ്ട് കേട്ടോ. എന്നിട്ട് പറയുന്നുണ്ട്, കള്ളം കപ്പലിൽ തന്നെ എന്നും പറഞ്ഞിട്ട് കയറി പോകുമ്പം അതെന്താ അവൻ അങ്ങനെ പറഞ്ഞത്? എനിക്കറിയില്ല ആന്റി, അവനുള്ളതല്ലേ. അല്ലെങ്കിലും നമ്മളെ 3 പേരും ചൊറിയാൻ കിട്ടുന്ന ഒരവസരവും അവൻ വിട്ടേക്കില്ലല്ലോ. നമ്മളെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞതേ അവന് ഭയങ്കര ഇഷ്ടമാണല്ലോ എന്നൊക്കെ പറയാണ്. ശരിയാ, അവന്റെ അച്ഛമ്മയുടെ സ്വഭാവമാണ്, ഒരു നേരം പോലും നാക്ക് അടങ്ങിയിരിക്കില്ല, മറ്റുള്ളവരെ കുറ്റി നോവിച്ചോണ്ടേയിരിക്കും. അതാ അവന്റെയും അവന്റെ അച്ഛമ്മയുടെയൊക്കെ സ്വഭാവം. അതൊന്നും മോള് മൈൻഡ് ചെയ്യണ്ട കേട്ടോ എന്ന് പറയുമ്പോ ഇല്ലമ്മേ, ഞാൻ മൈൻഡ് ചെയ്യാറേ ഇല്ല എന്ന് പറയാണ്. അങ്ങനെ ശ്രുതി ഭയങ്കര ഹാപ്പി ആയിട്ട് മുറിയിലേക്ക് പോകുന്നുണ്ട്.
അപ്പോഴേക്കും അവൻ ശ്രുതി ചോദിക്കാണ്, എന്താ ശ്രുതി ഇന്ന് ഭയങ്കര ഹാപ്പി ആണല്ലോ. അല്ല, നമുക്ക് ഇത്രയൊക്കെ ലാഭം കിട്ടിയതല്ലേ, ഇനിയിപ്പോ എന്റെ മാല നീ തിരിച്ചെടുത്ത് തരണം. അന്നേ ആ മഹിമയാൻറ്റി വന്ന് AC തിരിച്ചു വെച്ചപ്പോഴേ നമ്മൾ ആ പണം കൊടുക്കാൻ വേണ്ടിയിട്ട് ഈ മാല പണയം വെച്ചില്ലേ, അതെനിക്ക് എടുത്തു തരണം. അപ്പോ ശ്രുതി പറയുന്നുണ്ട്, അയ്യോ നമ്മളൊന്നും പോയി തീരുമാനിച്ചല്ലേ ആ ഡീലർമാർക്കൊക്കെ അത് പൈസ കൊടുക്കാന്ന്. അത് സാറില്ല ശ്രുതി, അത് അടുത്ത തവണയാട്ടെ. എന്താണെന്നറിയോ, താഴെ ഇപ്പോ ആന്റി പറഞ്ഞു സ്വർണ്ണമാല വാങ്ങിച്ചിടണോന്ന്. രേവതിന് മുമ്പില് ഇപ്പൊ രേവതി സ്വർണ്ണമാല ഇട്ട് നടക്കുമ്പോ ഞാൻ ഈ മഞ്ഞച്ചെറും കൂടെ നടക്കുന്നത് നാണക്കേടല്ലേ, അതുകൊണ്ടായിരിക്കും ആന്റി അങ്ങനെ പറഞ്ഞത്. അമ്മ പറഞ്ഞത് ശരിയാ ശ്രുതി, അവളുടെ മുമ്പില് നീ ഒട്ടും കുറയാൻ പാടില്ല. അവക്ക് എന്തൊരു അഹങ്കാരമായിരുന്നു, 5 ലക്ഷം രൂപയുടെ സ്വർണം നിന്നിട്ട് എന്തൊരു അഹങ്കാരാ. അതുകൊണ്ട് അവളുടെ മുമ്പിൽ നീ തോക്കാൻ പാടില്ല. എന്തായാലും ആ പൈസയും കൊണ്ട് പോയിട്ട് നീ ഒരു മാല വാങ്ങിച്ചോ. ആ പൈസ പോരെ സുധി, 40,000 രൂപയും കൂടെ വേണം. 40,000 രൂപയും കൂടെ വേണം അല്ലേ, എങ്കിൽ പിന്നെ നമുക്ക് അടുത്ത മാസം ആയാലോ. 2-3 ദിവസം ഞാൻ വെയിറ്റ് ചെയ്യാം, അപ്പൊ അതിന്റെ ലാഭം കൂടെ വരുമല്ലോ, അതും കൊണ്ട് ഞാൻ പോയി മേടിച്ചോളാം. അതല്ല, നീ പിന്നെ പറയുന്നത് കേട്ടല്ലോ ഇന്നലെ നിന്റെ അച്ഛൻ കാശ് അയക്കും സ്വർണം വാങ്ങുമെന്നൊക്കെ. അതെ സുധി, എൻ്റെ അച്ഛൻ കാശ് അയക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ എനിക്ക് കുറച്ച് വളയും ഓർണമെന്റ്സ് ഒക്കെ വാങ്ങിക്കാൻ ഓർത്താ ഇരിക്കുന്നേ. അയ്യോ, നിന്റെ അച്ഛൻ അങ്ങനെ കാശ് തരാണെങ്കിൽ നമ്മുടെ ബിസിനസ്സിലേക്ക് ഇറക്കത്തില്ലേ ശ്രുതി. അങ്ങനെ നമുക്ക് ഇപ്പോ പലതും നമ്മൾ ലോണിലല്ലേ എടുത്തിരിക്കുന്നത്. ആ സാധനങ്ങൾക്ക് സ്വന്തമാക്കുകയാണെങ്കിലേ നമുക്ക് കുറച്ചുകൂടി വരുമാനം കൂടുതൽ കിട്ടില്ലേ, ടെൻഷനും ഇല്ല. എങ്ങനെയുണ്ട് എൻ്റെ ഐഡിയ? അതൊക്കെ ശരിയാ, പക്ഷേ അച്ഛൻ എന്നോട് പറഞ്ഞത് അതെല്ലാം വാങ്ങി സ്വർണ്ണമായിട്ട് അണിയണമെന്നാ. പിന്നെ ഞാൻ എങ്ങനെ വേണ്ടെന്ന് പറയും? അടുത്ത തവണ വിളിക്കുമ്പോൾ ഞാൻ പറയാം ശ്രുതിക്ക് കുറച്ച് കാശ് അയക്കണം, ഞങ്ങളുടെ ബിസിനസ് ഡെവലപ്പ് ചെയ്യാനാണെന്ന്. എന്നാ അത് മതി, നമുക്ക് ഇത്തവണ മാലയൊക്കെ മേടിക്കാം അല്ലേ എന്നും പറഞ്ഞ് ശ്രുതിയെ പറഞ്ഞ് മയക്കാണ്. അത് വേറൊന്നും കൊണ്ടല്ല, നമ്മുടെ രേവതിയുടെ ആ സ്വർണ്ണമൊക്കെ കൊണ്ട് ഇവർ പണയം വെച്ച് വിൽക്കുകയൊക്കെ ചെയ്തല്ലോ. ആ ഒരു സംഭവം വീട്ടിൽ പഠിച്ചപ്പോൾ രേവതി കുറേ നമ്മുടെ ശ്രുതിയെ പറയുന്നുണ്ട്, നിന്റെ ഭർത്താവ് അങ്ങനെയാണ് ഇങ്ങനെയാണ്, നീ അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ രേവതി പറയുന്നുണ്ട്, എൻ്റെ ഭർത്താവിന് നീ കള്ളുകുടിയൻ എന്നൊക്കെ വിളിച്ചല്ലോ, ഇപ്പൊ ആരാണ് കള്ളത്തരം കാണിച്ചെന്നൊക്കെ നിനക്ക് മനസ്സിലായില്ലേ? നിന്റെ ഭർത്താവ് തന്നെയാണ് പേരും കള്ളൻ. ഈ വീട്ടിലെ ഏക കള്ളൻ നിന്റെ ഭർത്താവാണ്. നിന്റെ കഴുത്തല് ഒരു മാല പോലും വാങ്ങിയിടാനുള്ള യോഗ്യതയൊന്നും അയാൾക്കില്ല. എന്നിട്ട് നീയാണോ കൂടുതൽ വീം പഠിക്കുന്നത്? എന്റെ ഭർത്താവ് എനിക്ക് ശപഥം ചെയ്തതുപോലെ തന്നെ സ്വർണ്ണമാല വാങ്ങി തന്നത് നീ കണ്ടല്ലോ. നിന്റെ ഭർത്താവ് ഇന്ന വരെയായിട്ടും അത് വാങ്ങി തന്നോ? ഇല്ലല്ലോ. പിന്നെ നീ എന്തിനാ എന്റെ മുമ്പിൽ കിടന്ന് ഇങ്ങനെ ഞകളിക്കുന്നത്? ഇപ്പൊ ഞാൻ നീയൊക്കെ തുല്യര് തന്നെയാ. മലേഷ്യയിൽ അച്ഛനാണ് ചെറിയച്ഛനാണെന്നൊക്കെ പറഞ്ഞിട്ട് നീ ഇവിടെ കിടന്ന് കുറെ ഡ്രാമയൊക്കെ കളിക്കുന്നുണ്ട്. അതൊക്കെ നിന്റെ കയ്യിൽ വെച്ചാ മതി, എന്റെ അടുത്ത് അതൊന്നും ചെലവാവില്ല. ഇപ്പൊ നമ്മളെല്ലാവരും തുല്യര് തന്നെയാ. പറയുകയാണെങ്കിലേ നിന്നെക്കാട്ടിലും ഒരുപടി മേളില ഞാന്. നിന്റെ കയ്യിൽ എന്തെങ്കിലും സ്വർണം ഉണ്ടോ? ഒന്നുമില്ലല്ലോ. എനിക്ക് അച്ഛമ്മയും എന്റെ വീട്ടുകാരും നന്നായിട്ടെ 5 ലക്ഷം രൂപയുടെ സ്വർണ്ണം ഉണ്ട്, അത് മനസ്സിലായല്ലോ എന്ന് പറയുന്നുണ്ട്. അപ്പൊ ശ്രുതിക്ക് ആകെപ്പാടെ നാണക്കേടായി പോയല്ലോ. ചന്ദ്ര പറയുന്നുണ്ട്, എടി നീ എന്താടീ പറഞ്ഞത്? എന്റെ ശ്രുതിമോളുടെ അച്ഛനെ കോടീശ്വരൻ, അല്ലാതെ നിന്നെ പോലെ ഈ പിച്ചക്കാശൊന്നും അല്ല അദ്ദേഹത്തിന്റെ കയ്യില്. ഇപ്പൊ അദ്ദേഹം ജയിലിലാണ്. അദ്ദേഹത്തിന്റെ സാഹചര്യം അങ്ങനെ ആയിപ്പോയി, അതുകൊണ്ടാ ഇങ്ങനെ നിൽക്കുന്നത്. അല്ലെങ്കിൽ നീ കാണായിരുന്നു. എടി ഞാൻ ചോദിക്കട്ടെ, 25 ലക്ഷം രൂപയും 40 ലക്ഷം രൂപയൊക്കെ അയച്ചു കൊടുത്ത ശ്രുതിയുടെ അച്ഛൻ ഈ ഒരു ബിസിനസ് തുടങ്ങാനായിട്ട് നിന്റെ വീട്ടിൽ നിന്ന് എന്താടി ഇങ്ങോട്ട് ഉരുട്ടി തന്നത്? 45 ലക്ഷം രൂപ അടുത്താണോ നിന്റെ ഈ 5 ലക്ഷം രൂപയുടെ കഥയും വിളമ്പിക്കൊണ്ട് നിൽക്കുന്നത്? നിന്റെ അമ്മ തന്നു, നിന്നെ ഇങ്ങോട്ടേക്ക് കെട്ടിച്ചയച്ചു. അതാണ് അവർ ചെയ്ത ഏറ്റവും വലിയ കാര്യം. പുറമ്പോക്കായിട്ട് കിടന്ന് നിന്നെയൊക്കെ ഇങ്ങോട്ട് പിടിച്ച് തള്ളിക്കയറ്റി വിട്ടില്ലേ, അതാ അവര് വലിയ കാര്യമാണെന്ന് ഓർത്തിരിക്കുന്നത്. 1 രൂപ പോലും തരാതെ എന്നിട്ട് വലിയ ഞകളിക്കുന്നു. മിണ്ടാതിരിയടി. 40 ലക്ഷം രൂപ തന്നാ അവളെവിടെ കിടക്കുന്നു? ഒന്നുമില്ലത് വലിഞ്ഞു കയറുന്ന നീ എവിടെ കിടക്കുന്നു എന്ന് ചോദിക്കാണ്. അപ്പൊ നമ്മുടെ രേവതി ഒന്നും മിണ്ടുന്നില്ല. ശ്രുതി പറഞ്ഞിട്ട്, പറയട്ടെ ആന്റി പറയട്ടെ, എത്രത്തോളം പറയുമെന്ന് ഞാനും നോക്കട്ടെ. എന്റെ അച്ഛൻ ജയിലിലായി പോയി, എന്നിട്ട് പോലും അവിടെ കിടന്നോണ്ടാ എന്റെ അച്ഛൻ 45 ലക്ഷം രൂപ ശ്രുതിക്ക് ബിസിനസ് തുടങ്ങാൻ വേണ്ടി അയച്ചു കൊടുത്തത്. അതെല്ലാവരും കണ്ടതാണല്ലോ. അത് മാത്രല്ല, ഇപ്പൊ 5 ലക്ഷം രൂപ ഇതിനു വേണ്ടി അയച്ചു തന്നു. ഇനിയിപ്പോളെ എന്റെ അച്ഛൻ എനിക്ക് സ്വർണ്ണമൊക്കെ അയച്ചതാന്ന് പറഞ്ഞിട്ടുണ്ട്. എത്രയും പെട്ടെന്ന് അതിനുള്ള കാശ് അയച്ചു തരും. നിന്റെയൊക്കെ മുമ്പിൽ ഞാൻ ഇട്ടോണൊന്ന് കാണിക്കാടി എന്ന് പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ ശ്രുതി ദേഷ്യപ്പെട്ടാണ് അന്ന് പോകുന്നത്. അപ്പൊ ആ ഒരു സംഭവത്തിന്റെ പേരിലാണ് കേട്ടോ ഇവള് സ്വർണ്ണമൊക്കെ വാങ്ങണമെന്ന് ഇങ്ങനെ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇവളുടെ ലഞ്ചിന്റെ പൈസ ഇല്ലല്ലോ. എല്ലാവരോടും പറഞ്ഞതുകൊണ്ട് തന്നെ എങ്ങനെയെങ്കിലും അവൾക്ക് ആ സ്വർണ്ണം ഒപ്പിച്ചല്ലേ പറ്റുള്ളൂ. അങ്ങനെ നമ്മുടെ സുധീരെ കയ്യിൽ നിന്ന് 3 ലക്ഷം രൂപ വാങ്ങിക്കൊണ്ട് ഇവള് സ്വർണ്ണമാല വാങ്ങിക്കാനായിട്ട് പോകുന്നുണ്ട്. ഇവളും ഇവളുടെ ഫ്രണ്ടും കൂടി ചേർന്നിട്ട് സ്വർണ്ണമാല വാങ്ങിക്കുന്നുണ്ട്. അങ്ങനെ ഇവക്കുള്ള 3 പവന്റെ മാല വാങ്ങിക്കാണ്. ശേഷം
കൂട്ടുകാർ ചോദിക്കുന്നുണ്ട്, അല്ല ഇനി ബാക്കി സ്വർണത്തിന് നമ്മൾ എന്ത് ചെയ്യും? എന്റെ പൊന്നടി, അതിന് ആരാ സ്വർണം വാങ്ങിക്കുന്നേ? നമ്മളെ റോൾഡ് ഗോൾഡാ വാങ്ങിക്കുന്നത്. റോൾഡ് ഗോൾഡോ? അവിടെ ഒരു തവണ തന്നെ ആ ഒരു സ്വർണത്തിന്റെ പേരില് എന്തുമാത്രം പ്രശ്നം നടന്നതാ. മുക്കുവണ്ടത്തിന്റെ പേരില്. ഇനി നീ അതും കൊണ്ട് അങ്ങോട്ട് പോവാണോ? അതെങ്ങാനും പിടിച്ചാ നീ ആകെപ്പാടെ നാറില്ലേ എന്ന് ചോദിക്കുമ്പം, അതൊക്കെ ആര് പിടിക്കാനാ? ആരും അറിയാൻ പോണില്ല. അത്രയ്ക്കും ഒറിജിനലായിട്ട് ആ മുക്കുവണ്ടങ്ങൾ വിൽക്കുന്ന കട ഇവിടെ ഉണ്ട്. നീ കണ്ടില്ലേ? കണ്ടാലേ സ്വർണം പോലെ തോന്നിക്കും. നന്നായൊന്ന് വരച്ചു നോക്കിയാൽ മാത്രമേ ആർക്കും കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. അന്ന് തന്നെ നീ പറഞ്ഞല്ലോ, ആ മഹിമയാന്റി വന്നോണ്ടനെ നോക്കിയിട്ട് രേവതിയുടെ സ്വർണ്ണമൊക്കെ ഡ്യൂപ്ലിക്കേറ്റ് ആണെന്ന് പറഞ്ഞെന്ന്. അതുപോലെ എങ്ങാനും പറയുമോ? ഏയ്, അതിനൊന്നും വഴിയില്ല. ഞാൻ അവിടെ ഒരു പ്രാവശ്യം പോയിട്ടുണ്ട്. കണ്ടാലേ പക്കാ സ്വർണ്ണമായിട്ട് തോന്നുള്ളൂ. അതുകൊണ്ട് ഇന്ന് തന്നെ ഞാനിതെല്ലാം വാങ്ങിക്കൊണ്ട് പോവാണ്. പിന്നെതാ ഈ കടയുടെ ഈ ഒരു ബില്ലും ഈ ഒരു പെട്ടിയുണ്ടല്ലോ, അതീ വെച്ചോണ്ടാ ഞാൻ എല്ലാം കൊണ്ടുപോകാൻ പോണത്. എല്ലാരും ഞാൻ മാല മാത്രമേ ശരിക്കും നോക്കാൻ കാണിക്കുള്ളൂ. ബാക്കിയെല്ലാം എന്റെ ശരീരത്ത് അണിഞ്ഞോണ്ടായിരിക്കും ഞാൻ പോകുന്നത്. ആരെ ശരിക്കും അങ്ങനെ കാണിക്കാനും പോകുന്നില്ല എന്ന് പറയാണ്. എന്തായാലും അവളുടെ മുമ്പിലൊക്കെ എനിക്ക് പിടിച്ചു നിൽക്കണമെങ്കിൽ ഇങ്ങനെ കുറെ അടവുകളൊക്കെ ചെയ്താലേ പറ്റുള്ളൂ. അല്ല ഒന്നും പിടിച്ചു നിൽക്കാൻ പറ്റില്ല എന്ന് പറയാണ്. കൂട്ടുകാര് പറയുന്നുണ്ട്, അതെ, നാണം കെടാതിരുന്നാ കൊള്ളാം. ഇതെങ്ങാണോ ആരെങ്കിലും പിടിച്ചാ നീ മുക്കുവണ്ടം അണിഞ്ഞു എന്ന് പറഞ്ഞ് വീണ്ടും നീ ഇതിന് ഇരട്ടി നാറേണ്ടി വരും. അത് ഓർമ്മ വേണം എന്ന് പറയുമ്പോ അതൊക്കെ ഞാൻ നോക്കിക്കോളാം. നീ ഇങ്ങനെ ഓർന്ന് പറഞ്ഞ് എന്നെ പേടിപ്പിക്കാതിരുന്നാ മതി. എന്റെ പൊന്നു ശ്രുതി, ഒരു കള്ളം മറയ്ക്കാനായിട്ട് നീ ഇപ്പൊ 1000 കള്ളങ്ങളാ പറഞ്ഞോണ്ടിരിക്കുന്നത്. ഒരു കള്ളം മറയ്ക്കാൻ അടുത്ത കള്ളം, അതിന്റെ മേലെ വേറെ കള്ളം, ഇങ്ങനെ പറഞ്ഞ് ജീവിതകാലം മുഴുവനും നീ ഇങ്ങനെ കള്ളവും പറഞ്ഞ് നടക്കുവോ എന്ന് ചോദിക്കുമ്പോൾ ശ്രുതി പറയുന്നുണ്ട്, എനിക്ക് ഈ ലൈഫ് അത്രയ്ക്കും പ്രധാനപ്പെട്ടതാണ്. നിനക്കറിയാലോ ഞാൻ എന്തൊക്കെയാ പണ്ട് അനുഭവിച്ചെന്ന്. എന്റെ പാസ്റ്റ് എന്താണെന്ന് ഏറ്റെന്നിട്ട് അറിയുന്ന ആള് നീയാ. ഇനി ഒരിക്കലും ആ ലൈഫിലേക്ക് എനിക്ക് പോകാനാവില്ല. എനിക്കൊരു ഭർത്താവും ഒരു കുടുംബവും കുട്ടികളും എല്ലാം വേണം. അതിന് ഞാൻ തിരഞ്ഞെടുത്ത വഴിയാണിത്. അത് പോവാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ അറ്റം വരെ പോകുമെന്നും ശ്രുതി പറയുന്നുണ്ട്. ശരി, ഞാൻ വേറൊന്നും കൊണ്ട് പറഞ്ഞല്ല. ഇതങ്ങനെ പിടിക്കപ്പെട്ടുള്ള അവസ്ഥ നിനക്കറിയാലോ. നിനക്കൊരു കുഞ്ഞുണ്ട്. നീ ഇന്ന് കല്യാണം കഴിച്ചാണെന്നൊക്കെ ആരെങ്കിലും അറിഞ്ഞാലേ അതോടെ എല്ലാം അവസാനിച്ചു. പിന്നെ നിന്റെ കാര്യം പോക്കാം. അതുകൊണ്ട് ഞാൻ പറഞ്ഞതാ, ആ സച്ചിക്കും രേവതിക്കൊക്കെ നിന്റെ കാര്യത്തില് എന്തൊക്കെയോ സംശയങ്ങളുണ്ട്. പിന്നെ അതൊന്നും അവർ കാര്യമായിട്ട് അവർ തിരക്കുന്നില്ലെന്ന് മാത്രമേ ഉള്ളൂ. സച്ചിൻ രേവതിയെ കുറിച്ച് അറിയാലോ. അവർ അന്വേഷിച്ചിറങ്ങിയാല് ഉറപ്പായിട്ടും 2 ദിവസം കൊണ്ട് നിന്റെ ആഫീസ് വരെ പൂട്ടിക്കും എന്ന് പറയുന്നുണ്ട്. ശ്രുതി പറയാണ്, അതൊക്കെ എനിക്കറിയാടി, നീ ടെൻഷൻ എടുപ്പിക്കാതെ. എന്തായാലും ഈ കാര്യം നമുക്കൊന്ന് നോക്കാം. അങ്ങനെ ആ മാല വാങ്ങി കഴുത്തിൽ വിട്ടിട്ടുണ്ട്. എന്നിട്ട് ആ ബോക്സും കൊണ്ട് ഒരു ബാഗിലാക്കിയിട്ട് നേരെ അടുത്തുള്ള ആ ഒരു റോൾഡ് ഗോൾഡ് കടയിലേക്ക് പോകുന്നുണ്ട്. അവിടെ ചെന്ന് കഴിയുമ്പോഴേക്കും കാണുമ്പോൾ എല്ലാം നല്ല തനി തങ്കം പോലെ തന്നെ തോന്നിക്കും കേട്ടോ. അവിടുന്ന് രണ്ട് കയ്യിലും ഈ 2 വള വാങ്ങിച്ചിടുന്നുണ്ട്. നല്ല കനത്തിന് തന്നെ കണ്ട ഒരു 3-4 പവൻ പറയട്ടോ ഒരു വള. ആ ഒരു കനത്തിന് വള വാങ്ങിച്ചിടുകയാണ്. അതുപോലെ തന്നെ കഴുത്തില് വേറൊരു മാലയും കൂടെ വാങ്ങിച്ചിടുന്നുണ്ട്. നല്ല അത്യാവശ്യം നല്ല ഹെവി വെയിറ്റ് ആയിട്ടുള്ള ഒരു മാല വാങ്ങിച്ചിടുകയാണ്. അതിൻ്റെ കൂടെ തന്നെ കൊലുസവും മോതിരവും അങ്ങനെ അത്യാവശ്യം കണ്ടാൽ ഒരു 10-25 പവൻ തോന്നിക്കുന്ന ആഭരണങ്ങളൊക്കെ വാങ്ങിച്ചിടുന്നുണ്ട് കേട്ടോ. എന്നിട്ട് അവിടുന്ന് പൈസയും കൊടുത്തിട്ട് അവൾ അവിടുന്ന് ഇറങ്ങി വരികയും ചെയ്യുന്നുണ്ട്. അങ്ങനെ അവൾ നേരെ വൈകുന്നേരം ആകുമ്പോഴേക്കും വീട്ടിലേക്ക് കയറി വരികയാണ്. വീട്ടിലേക്ക് കയറി വന്ന ശ്രുതിയെ കണ്ട് എല്ലാവരും ഞെട്ടി നിൽക്കുകയാണ്. അപ്പോഴേക്കും നമ്മുടെ ചന്ദ്രയാണെങ്കില് വാതിൽക്ക് തന്നെ ഇരിക്കായിരിക്കും. ശ്രുതിയെ കണ്ട് അതിശയിച്ച് നിൽക്കാണ്. എന്റെ മോളെ, എന്തായത്? ജ്വല്ലറിയുടെ പരസ്യത്തിൽ ഇറങ്ങി വരികയാണോ എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. അകത്തേക്ക് കയറി വന്ന പാടെ ചന്ദ്ര ഓടി വന്ന് അവളെ ചുറ്റും നോക്കുന്നുണ്ട്. ഓ, എന്ത് ഭംഗിയെ കാണാൻ മോളെ. ഇതെല്ലാം ഒറിജിനൽ സ്വർണം തന്നെയല്ലേ? എന്താ ആന്റി അങ്ങനെ ചോദിച്ചത്? ഞാൻ എന്താ ഇവരെ പോലെ ആണെന്നാണോ ആന്റി കരുതിയത്? അയ്യോ അല്ല മോളെ, ചോദിച്ചപ്പോ അങ്ങനെ ചോദിച്ചു പോയതാ. ദേ ആന്റി, ഒരു മാലയും വാങ്ങിച്ചു. ഇതെനിക്ക് ശ്രുതി വാങ്ങി തന്നതാ. അന്ന് മഹിമയാന്റി വന്ന് ആ AC ഇട്ടപ്പോ എന്റെ മാല വിറ്റല്ലേ ഞാൻ ആ പണം കൊടുത്തത്. അതിന് പകരം എനിക്കിത് ശ്രുതി വാങ്ങിച്ചു തന്നതാ എന്ന് പറയുന്നുണ്ട്. ബാക്കി സ്വർണ്ണം എല്ലാം അച്ഛൻ അയച്ച് പൈസയും കൊണ്ട് വാങ്ങിയതാ എന്ന് പറയാൻ കേട്ടോ. അങ്ങനെ വർഷയും വന്നിട്ട് ആ ജ്വല്ലറി എല്ലാം പിടിച്ചു നോക്കുന്നുണ്ട്. കൊള്ളാൻ ചേച്ചി, നല്ല രസമുണ്ടല്ലോ, എല്ലാത്തിനും നല്ല വെയിറ്റ് ആണല്ലോ. അതെ, എല്ലാം കൂടി 25 പവന്റെ സ്വർണ്ണം ഉണ്ട് എന്ന് പറയുന്നുണ്ട് കേട്ടോ.
നമ്മുടെ സച്ചിൻ രേവതിയും അവിടെ മാറി ഇത് കണ്ടോണ്ട് നിൽക്കുന്നുണ്ട്. ശ്രുതി വന്നിട്ട് പറയാണ്, ആഹാ കൊള്ളാലോ, നീ നിന്റെ ഫ്രണ്ടും കൂടെ മേടിക്കാൻ പോയതല്ലേ? ഞാനും കൂടെ വരായിരുന്നു, എന്ത് ചെയ്യാനാ, ആ സമയത്ത് വാങ്ങി തിരക്കായിപ്പോയി. സാരല്ല ശ്രുതി, ദാ ഈ മാല നോക്ക്, ഇതാ നീ തന്ന പൈസക്ക് ഞാൻ വാങ്ങിച്ചത്, ഇതെങ്ങനെയുണ്ട്? ഇത് കൊള്ളാലോ. അങ്ങനെ അതിന്റെ മാർക്ക് നോക്കിയിട്ട്, ആഹാ ഈ ജ്വല്ലറിന്നാണ് മേടിച്ചെന്ന് ചോദിക്കുമ്പോൾ അതേ ശ്രുതി എന്ന് പറയുന്നുണ്ട്. അങ്ങനെ അവള് ആ ഒരു പെട്ടിയെടുത്ത് ഈ സ്വർണ്ണമല്ല ഇനി ഊരി ഇതിൽ വെച്ചേക്കാം, സൂക്ഷിച്ച് അലമാരിക്കകത്ത് വെച്ചേക്കാം എന്ന് പറയുമ്പോ ശ്രുതി പറയുന്നുണ്ട്, നമുക്ക് ഇവിടെ വെക്കണോ, ലോക്കറിൽ കൊണ്ട് വെച്ചാ പോരെ? അപ്പോ സച്ചി പറയുന്നുണ്ട്, എടാ ഈ വീട്ടിൽ ആകെപ്പാടുള്ള കള്ളനെ നീയാ, അതുകൊണ്ട് പേടിക്കണ്ട, ഇവിടെ ഇരുന്നാലും അത് ഇവൻ കൊണ്ടുവന്ന് പേടിച്ചാ മതി, വേറെ ആരും അത് തൊടാൻ വരുന്നില്ല എന്ന് പറയുമ്പോ ശ്രുതി പറയുന്നുണ്ട്, നീ പോടാ, ഞങ്ങളുടെ കാര്യം നോക്കാൻ ഞങ്ങൾക്കറിയാം. അപ്പോ ചന്ദ്രയോട് ഇവള് പറയുന്നുണ്ട്, അത് പിന്നെ ആന്റി ലോക്കുകളൊന്നും വെക്കുന്നില്ല, ഇവിടെ തന്നെ പൂട്ടി വെച്ചേക്കാം, എനിക്കിങ്ങനെ ഒരുപാട് ഓർണമെന്റ്സ് ഒന്നും ഇടുന്ന ഇഷ്ടമില്ല, അതുകൊണ്ട് ഒരു ചെയിനും ഒരു വാച്ചും പിന്നെ ഈ താലിമാല ഇനി തൊട്ട് ഇടാലോ, ഇനി തൊട്ട് കുഴപ്പമില്ലല്ലോ, ഇത്രയും നാളും മഞ്ഞച്ചരടായിരുന്നില്ലേ, പിന്നെ ഈ കൊലുസും മാത്രം മതി, ബാക്കി ഊരി വെച്ചേക്കാം എന്ന് പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ അവള് ആ സ്വർണ്ണമൊക്കെ ആയിട്ട്, അതായത് റോൾഡ് ഗോൾഡും ആയിട്ട് മുകളിലേക്ക് കയറി പോവാണ്. ചന്ദ്ര പറയുന്നുണ്ട്, ഇപ്പൊ എങ്ങനുണ്ട്, നിന്ന നിപ്പില് 25 പവന്റെ സ്വർണം, എത്ര രൂപയാണെന്ന് നിനക്ക് ചിന്തിക്കാൻ പറ്റൂടി? 25 ലക്ഷം രൂപയുടെ സ്വർണം കൊണ്ടാ അവള് വന്നിരിക്കുന്നത്, നിനക്ക് വെറും 5 ലക്ഷം രൂപയുടെ സ്വർണം കൊണ്ട് എന്ത് താണ്ഡവമായിരുന്നു, അതവരെടുത്തു എന്ന് പറഞ്ഞിട്ട് നീ എന്തൊക്കെ പ്രശ്നം ഉണ്ടാക്കി, ഇപ്പൊ മനസ്സിലായില്ലേ നിന്റെ അവളുടെ വില എന്താണെന്ന്? നീ ഇപ്പൊ എന്താ പറഞ്ഞത്, നിനക്ക് അവൾക്ക് ഒരേ യോഗ്യതയാണെന്നല്ലേ? നീ ഇപ്പൊ നോക്കടി ആർക്കാ കൂടുതൽ യോഗ്യതയെന്ന്, 5 ലക്ഷത്തിനാണോ 25 ലക്ഷത്തിനാണോ എന്ന് നീ നോക്ക് എന്ന് പറയുമ്പോ സച്ചി പറയാണ്, ജയിലിൽ കിടക്കുന്ന അച്ഛൻ ഇത്രയും പൈസ അയച്ചു കൊടുത്തോ, 25 ലക്ഷം രൂപ, വിശ്വസിക്കാൻ ഇച്ചിരി പാടാണല്ലോ. അപ്പോ ചന്ദ്ര പറയുന്നുണ്ട്, നീ കൂടുതൽ വിശ്വസിക്കണ്ട, അവരെ വിശ്വസിച്ചോളും, അവളുടെ ചെറിയച്ഛനുണ്ടല്ലോ അവിടെ, അയാൾ ആ പൈസ അയച്ചു കൊടുത്തത്, അതിനാ അവൾ പോയി സ്വർണം വാങ്ങിച്ചത്. അതെ, ആ പെട്ടി നീ കണ്ടതാണല്ലോ, പണ്ട് ഞങ്ങളുടെ സ്വർണ്ണപ്പെട്ടിക്കകത്താ റോൾഡ് ഗോൾഡ് ഇരുന്നത്. അപ്പോ ചന്ദ്ര പറയുന്നുണ്ട്, നിന്നെ പോലെയല്ല അവൾക്ക് അതിന്റെ ആവശ്യമില്ല, ആ മാലയുടെ ചിഹ്നം നീ കണ്ടതാണല്ലോ, അതേത് ജ്വല്ലറി ആണെന്ന് നിനക്ക് മനസ്സിലായതാണല്ലോ, അതുകൊണ്ട് നീ കൂടുതലൊന്നും പറയണ്ട, നിന്റെ കാര്യം നോക്കി പോടാ. സച്ചിയേട്ടാ ഇങ്ങോട്ട് വന്നേ എന്ന് പറഞ്ഞുകൊണ്ട് രേവതി സച്ചിയും കുട്ടി അകത്തേക്ക് പോവാണ്. രവി പറയുന്നുണ്ട്, ചന്ദ്രേ നീ കൂടുതൽ ഡയലോഗൊന്നും അടിക്കണ്ട, നീ ചെയ്ത തെറ്റേ ഇപ്പോഴും എനിക്ക് മനസ്സിന്ന് മറക്കാനായിട്ടില്ല, അതുപോലത്തെ അഹങ്കാരമാണ് നീ കാണിച്ചത്, പിന്നെ ഞാൻ വേണ്ടെന്ന് വെച്ചിരിക്കുകയാണ്, എന്റെ കയ്യിൽ നിന്ന് നീ മേടിക്കാൻ നിൽക്കാതെ വരയ്ക്ക് കയറിപ്പോ. വീട്ടില് 2 മക്കൾ തമ്മിൽ അടിയോട് പ്രശ്നം ഉണ്ടാക്കുവോ, അവർ ചേരി തിരിഞ്ഞ് പ്രശ്നം ഉണ്ടാക്കുകയോ ചെയ്യുമ്പോഴേ അതിന് വളം വെച്ച് കൊടുത്ത് എരിവേറ്റി കൊടുക്കുകയല്ല വേണ്ടത്, അവരെ ഒന്നിപ്പിച്ച് അനുനയിപ്പിച്ച് കൊണ്ടുപോകാൻ ശ്രമിക്കുകയാണ് വേണ്ടത്. അവരുടെയുള്ള വഴക്കും വക്കാണോ പറഞ്ഞു ചേർത്ത് അവരെ സ്നേഹത്തോടെ മുമ്പോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കണം, അല്ലാതെ ഇമ്മാതിരി പണിയല്ല കാണിക്കേണ്ടത് എന്ന് പറഞ്ഞ് ദേഷ്യപ്പെട്ട് രവി എഴുന്നേറ്റ് പോവാണ് കേട്ടോ. അർച്ചൻ ശ്രീകാന്തും പോയി. അങ്ങനെ സച്ചിയാണേല് അവരിങ്ങനെ പോയിട്ട് ബാൽക്കണി നിൽക്കാതിരിക്കും. ഈ സമയത്ത് സച്ചി പറയുന്നുണ്ട്, അങ്ങനെ ഗൾഫിൽ നിന്നൊക്കെ 25 ലക്ഷം രൂപ ഒറ്റയടിക്ക് ഒരാൾക്ക് അയച്ചു കൊടുക്കാൻ പറ്റുമോ? അതും ഒറ്റ ദിവസം കൊണ്ട് ഒരാൾക്ക് വിഡ്രോ ചെയ്ത് ഇങ്ങനെ സ്വർണ്ണമൊക്കെ മേടിക്കാൻ പറ്റുമോ? എനിക്കങ്ങോട്ട് വിശ്വസിക്കാനാവുന്നില്ല രേവതി. അതൊന്നും എനിക്കറിയില്ല സച്ചേട്ടാ, അവരെന്തെങ്കിലും കാണിക്കട്ടെ, നമ്മോടുള്ള വാശിക്കല്ലേ ഇന്നുവരെ പോയി സ്വർണ്ണമൊക്കെ വാങ്ങിച്ചത്, അവര് വാങ്ങിക്കട്ടെ, നമുക്കെന്താ കുഴപ്പം? നമ്മുടെ അവസ്ഥ എന്താണെന്ന് നമുക്കറിയാം, നമ്മളുള്ളതും കൊണ്ട് നമ്മൾ ജീവിച്ചാൽ മതി, അവരുടെ കാര്യം അവർ നോക്കട്ടെ. അന്നത്തെ ആ ദേഷ്യത്തിന് സച്ചേട്ടനെ പറഞ്ഞത് കേട്ടപ്പോ ഞാൻ അറിയാതെ എന്തൊക്കെ വിളിച്ചു പറഞ്ഞു പോയതാ, അതിന്റെ പേരിലല്ലേ അവളിപ്പോ പോയി സ്വർണ്ണമൊക്കെ വാങ്ങിച്ചിട്ട് വന്നത്. എന്തെങ്കിലും ചെയ്യട്ടെ, ബാ നമുക്ക് പോയി കിടന്നുറങ്ങാം. അപ്പോ സച്ചി പറയുന്നുണ്ട്, അല്ല ഇതിൽ എന്തൊക്കെയോ കള്ളത്തിലുണ്ട് രേവതി, അതെനിക്ക് ഉറപ്പാ. എന്റെ സച്ചിയേട്ടാ അത് വീട്, അവരായി അവരുടെ പാടായി, നമ്മളെന്തിനാ അതൊക്കെ അന്വേഷിക്കുന്നത്? അല്ല രേവതി, ഇതിൽ എന്തൊക്കെയോ ഉണ്ട്, നിന്നെ എന്തായാലും അവൾ ഇത്രയൊക്കെ പറഞ്ഞതല്ലേ, അത് ഒറിജിനലാണോന്നേ എനിക്കൊന്ന് അറിയണം എന്ന് പറയാണ്. അങ്ങനെ സച്ചി പിറ്റേ ദിവസം നേരെ ആ ജ്വല്ലറിലേക്ക് പോകുന്നുണ്ട്. അതിനുശേഷം പറയാണ്, ഇന്നലെ ഇവിടെ വന്ന് എൻ്റെ ഏടത്തി ഇവിടെ നിന്ന് സ്വർണം വാങ്ങിച്ചിരുന്നു, അതില് എന്തൊക്കെയോ മിസ്സായെന്നൊക്കെയാ പറഞ്ഞത്, എന്തോ കംപ്ലൈന്റ് ഉണ്ട്. അയ്യോ സാർ, അതിന് ആ മേഡം നേരിട്ട് വരണം, അത് മാത്രമല്ല ഇന്നലെ വാങ്ങിച്ച സ്വർണവും കൂടി കൊണ്ടുവരണം. അല്ല ഇന്നലെ ഇവിടുന്ന് 25 പവന്റെ സ്വർണം മേടിച്ചല്ലേ, അപ്പം നിങ്ങൾക്ക് ഒരു ഉത്തരവാദിത്വം ഇല്ലേ? 25 പവനോ? സാർ ആരുടെ കാര്യമാണ് പറഞ്ഞത്? ശ്രുതി മേഡം തന്നെയല്ലേ? അതെ, ശ്രുതി എന്ന എൻ്റെ ഏടത്തിലെ കാര്യം തന്നെയാണ് പറഞ്ഞത്. അങ്ങനെ സച്ചിയാണെങ്കിൽ ആ ഒരു
ഇതൊത്ത് കാണിക്കുന്നുണ്ട് കേട്ടോ. നമ്മുടെ ശ്രുതിയുടെ ഫോട്ടോ കാണിച്ചിട്ട് ഇതാ എൻ്റെ ഏട്ടത്തിനെ പറഞ്ഞയച്ചാണ് എന്നൊക്കെ പറയുമ്പം സാറേ അത് പിന്നെ മേഡം അവർ നേരിട്ട് വന്നാലേ അങ്ങനെയൊക്കെ പറയാൻ സാധിക്കുള്ളൂ. വേറെ ആൾ വന്നിട്ട് എൻ്റെ ഏട്ടത്തിയാണെന്ന് പറഞ്ഞ് ഇങ്ങനെയൊക്കെ ചോദിച്ചാൽ ഞങ്ങൾ എങ്ങനെ മറുപടി പറയും എന്ന് ചോദിക്കുമ്പോൾ അല്ല വേറൊന്നും പറയണ്ട, അവർ ഇവിടെ നിന്ന് എത്ര പവന്റെ സ്വർണ്ണാഭരണങ്ങൾ മേടിച്ചു എന്ന് മാത്രം പറഞ്ഞാൽ മതി. അത് പിന്നെ അവർ 3 പവന്റെ ഒരു മാലയാ വാങ്ങിച്ചത് എന്ന് പറയാണ്. 3 പവന്റെ മാലയോ? അതെ സാർ. അല്ല 25 പവന്റെ ആഭരണം എന്നാണല്ലോ അവർ പറഞ്ഞത്. അയ്യോ 25 പവന്റെ ആഭരണോ? അതൊന്നും ഇല്ല സാർ. അങ്ങനെയാണെങ്കിൽ അത് നിങ്ങളുടെ പ്രീമിയം കസ്റ്റമർ ആയിരിക്കില്ലേ? അതൊന്നും ഒരിക്കലും അല്ല. ഇന്നലെ 3 പവന്റെ ഒരു മാലയാണ് ആ മേഡത്തിന്റെ ഫ്രണ്ടും കൂടെ വാങ്ങിച്ചത്. എന്നാ ശരി ആയിക്കോട്ടെ. അല്ല സാർ എന്താ കംപ്ലൈന്റ് ഒന്നും പറഞ്ഞില്ലല്ലോ? കംപ്ലൈന്റ് ഒന്നും ഇല്ല, ഞാനത് വീട്ടിൽ പോയി പറഞ്ഞോളാം എന്നും പറഞ്ഞിട്ട് പോവാണ്. അപ്പോൾ ആ സെയിൽസ്മാൻ ആലോചിക്കുകയാണ് ഇയാളെന്ന് ഇങ്ങനെയൊക്കെ പറഞ്ഞെന്ന്. അതിനുശേഷം നമ്മുടെ സച്ചിയാണെങ്കിൽ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് അടുത്തുള്ള ഈ മുക്കുവണ്ട കടയുണ്ടല്ലോ അതൊക്കെ ഇപ്പോൾ ഇങ്ങനെ അന്വേഷിച്ച് നോക്കുന്നുണ്ടോ. അപ്പോഴാണ് ഒരു കട ഇങ്ങനെ സച്ചിനെ അടുത്ത് തന്നെ കാണുന്നത്. അങ്ങനെ ആ കടയിൽ പോയിട്ട് ഈ ഫോട്ടോ കാണിച്ചിട്ട് അല്ല ഇന്നലെ ഇവിടെ ഈ ഒരു പെൺകുട്ടി വന്നെന്ന് ചോദിക്കുകയാണ്. അപ്പോൾ അയാൾ ചോദിക്കുന്നുണ്ട് അല്ല നിങ്ങളാരാ? അത് പിന്നെ ഇതെൻ്റെ ഏട്ടത്തിയാ. ഏടത്തിടെ ഒരു ബാഗ് ഇന്നലെ ഇവിടെ അങ്ങോട്ട് മറന്നു വെച്ചു. ഇന്നലെ ഇവരടുത്ത് ഏതൊക്കെയോ കടയിൽ കയറിയെന്നാ പറഞ്ഞത്. ഈ കട കയറുന്നും പറഞ്ഞ പോലെ തോന്നുന്നുണ്ട്. ആ സ്വർണ്ണക്കടയിൽ കയറിയായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇങ്ങോട്ടാ വന്നേന്ന് പറഞ്ഞത്. എടുത്തിട്ട് ബാഗ് എങ്ങാനും കിട്ടിയോ അതറിയാനാ. ഇന്നലെ ഇവിടെ ഈ മേഡം വന്നിരുന്നു ശരിയാ, പക്ഷേ ബാഗൊന്നും കിട്ടിയില്ലല്ലോ എന്ന് പറയുന്നുണ്ട്. അല്ല ഇന്നലെ ഇവിടെ എന്ത് വാങ്ങിക്കാനാ വന്നത്? അതിനെക്കുറിച്ചൊന്നും പറഞ്ഞില്ലല്ലോ എന്ന് പറയുമ്പോൾ അയാൾ പറയുന്നുണ്ട് അല്ല ഒരു മാലയും 3-4 വളയും ഒരു കൊലുസും അങ്ങനെ കുറെ ആഭരണങ്ങളൊക്കെ വാങ്ങിച്ചുകൊണ്ടാണ് ഇവിടുന്ന് പോയത്. ആണോ? അതെ സാർ, എൻ്റെ നല്ലൊരു കസ്റ്റമർ തന്നെയായിരുന്നു. മേഡം ഇടയ്ക്കൊക്കെ വരാറുണ്ട്. മേഡത്തിൻ്റെ ഫ്രണ്ടും കൂട്ടിയാണ് വന്നത്. പക്ഷേങ്കിൽ ബാഗൊന്നും ഞങ്ങൾ കണ്ടില്ല. ബാഗ് തുടങ്ങാനുണ്ടെന്നാണല്ലോ പറഞ്ഞത്. ഞാനെങ്കിലേ ഈ വേറെ ഒരു ജ്യൂസ് കടയിൽ കയറിയെന്ന് പറഞ്ഞു. അവിടെ ഇങ്ങോട്ട് അന്വേഷിച്ച് നോക്കട്ടെ എന്നും പറഞ്ഞിട്ട് പോവാണ്. അങ്ങനെ പോയതിനു ശേഷം അപ്പോൾ സച്ചിക്ക് മനസ്സിലാകുന്നുണ്ട് ഇവള് കള്ളത്തരം പറഞ്ഞതാണ്, അവിടുന്നാണ് സ്വർണം എടുത്തെന്നുള്ള കാര്യങ്ങളൊക്കെ കേട്ടോ. അതായത് മുക്കുകൊണ്ട് എടുത്തെന്നുള്ള കാര്യങ്ങൾ. അങ്ങനെ നേരെ പോയിട്ട് സച്ചിയാണെങ്കിൽ രേവതി കാര്യങ്ങളൊക്കെ പറയാണ്. രേവതി പറഞ്ഞിട്ട് എൻ്റെ പൊന്ന് സച്ചിയേട്ടാ, എൻ്റെ പൊന്നല്ലേ ഇതും പറഞ്ഞ് ദയവ് ചെയ്ത് വീട്ടിനകത്ത് പ്രശ്നമൊന്നും ഉണ്ടാക്കല്ലേ. അവരെന്തെങ്കിലും കാണിക്കട്ടെ, മുക്കുകൊണ്ട് ഉണ്ടാക്കോ സ്വർണം ഉണ്ടാക്കോ എന്തെങ്കിലും ചെയ്യട്ടെ, നമ്മളൊന്നും പറയണ്ട പ്ലീസ് സച്ചിയേട്ടാ. എൻ്റെ പൊന്നു മോളെ ഇല്ല ഒരിക്കലും ഇല്ല. അവളെന്തായാലും നിന്നെ പറഞ്ഞില്ല അത്രയൊക്കെ. എന്നിട്ട് മുക്കുകൊണ്ടം കൊണ്ടുവന്നേ ഇവിടെ അങ്ങനെ ആളാവണ്ട, അവളെ ഞാൻ കാണിച്ചു കൊടുക്കുന്നുണ്ട് എന്നും പറഞ്ഞുകൊണ്ട് നേരെ അവരുടെ മുറിയിലേക്ക് പോയിട്ട് ആ ഡോറ് തുറന്ന് അതിൽ നിന്നും ആ സ്വർണത്തിന്റെ ബോക്സ് എടുത്തോണ്ട് താഴേക്ക് വരികയാണ്. ഈ സമയത്ത് ശ്രുതിയൊക്കെ ഓഫീസിൽ നിന്ന് വന്നിട്ടുണ്ട്. ബാക്കി എല്ലാവരും ജോലി കഴിഞ്ഞിട്ട് വന്നിരിക്കുകയാണ്. അപ്പോ ഈ ശ്രുതി ഇവന്റെ കയ്യിരിക്കുന്ന ഈ ബോക്സ് കണ്ടിട്ട് ഇന്ന് ഞെട്ടി നിൽക്കുക കേട്ടോ. അപ്പോൾ ശ്രുതി ചോദിക്കുകയാണ് അല്ല ഇതെന്റെ ഓർണമെന്റ് ബോക്സ് അല്ലേ, അത് നീ എന്തിനാണ് എടുത്തിരിക്കുന്നത്? ആവശ്യമുണ്ട് ഇങ്ങോട്ട് താടാന്ന് പിടിക്കുമ്പോൾ ഇവൻ സച്ചി കൊടുക്കുന്നില്ല കേട്ടോ. ചന്ദ്ര ചോദിക്കുകയാണ് നിനക്ക് നാണമില്ലേ അവളുടെ സ്വർണ്ണം എടുക്കാനായിട്ട്? നീ എന്തിനാണ് അതെടുക്കുന്നത്? നിന്റെ ഭാര്യ പറഞ്ഞയച്ചാണോ? ദേ അമ്മേ എന്നെ കൊണ്ട് കൂടുതലൊന്നും പറയിക്കരുത്, സത്യമല്ല ഞാൻ അറിഞ്ഞ് പാറിലെടുത്തി എന്നും പറഞ്ഞുകൊണ്ട് ഈ സ്വർണത്തിന്റെ ആ പെട്ടി ആ ടേബിളിലേക്ക് സച്ചി കുടഞ്ഞിടുന്നുണ്ട്. മാല മാത്രം ശ്രുതിയുടെ കഴുത്തിലുണ്ടല്ലോ, ബാക്കി സ്വർണ്ണം എല്ലാം കുടഞ്ഞിടാണ്. ഉയ്യോ സ്വർണ്ണം അല്ലേടാ നീ എടുത്ത് കുടഞ്ഞിടുന്നത്, മഹാപാപി മാറടാ അങ്ങോട്ട് എന്ന് പറഞ്ഞ് ചന്ദ്ര വരുമ്പോഴേക്കും അമ്മ തൊട്ടു പോകരുത് എന്നും പറഞ്ഞുകൊണ്ട് സച്ചി ഒരു കല്ലെടുത്തോണ്ട് കൈ നേരത്തെ പിടിച്ചിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് അവളെ കൊണ്ടുവന്ന ആ മാല വരയ്ക്കാണ്. ദേ പോകുന്നു അതിന്റെ കളറ്, അതിന്റെ കൊലുസ് വരയ്ക്കുന്നുണ്ട്, വള എല്ലാം വരയ്ക്കാണ്. ദേ കണ്ടല്ലോ എല്ലാവരും കണ്ടല്ലോ സ്വർണത്തിന്റെ കളർ ഇളകും അമ്മേ എന്ന് ചോദിക്കാണ്. ശ്രുതി ആകെപ്പാടെ പെട്ടു നിൽക്കാണ്. ചന്ദ്ര ചോദിക്കാണ് എന്താ ശ്രുതി മോളെ ഇത്? അയ്യോ ആന്റി എനിക്കറിയില്ല, ഇവൻ എന്തൊക്കെയാ കാണിച്ചു കൂട്ടുന്നേ, മാറങ്ങോട്ട് എന്നെ സ്വർണം ഇങ്ങോട്ട് താടാ. സ്വർണവോ? ഇതാണ് സ്വർണം എന്റെ പൊന്നമ്മേ, ഇത് വാങ്ങിച്ചതേ ടൗണിലുള്ള ഒരു കടയിന്ന, റോൾഡ് ഗോഡ് കടയിന്ന്. അവിടുന്ന് ഞാൻ പോയി ചോദിച്ച് അന്വേഷിച്ചിട്ട് വന്നതാ. ഇത് അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ട ഒരു കസ്റ്റമർ ആണെന്ന്. ഇന്നലെ ഒരുപാട് രൂപയുടെ സാധനം മേടിച്ചെന്നാ അദ്ദേഹം പറഞ്ഞത്. കുറെ കാലം കൂടി അദ്ദേഹത്തിന് കച്ചവടം കിട്ടിയതുകൊണ്ട് ഈ മേഡത്തിനെ നന്നായിട്ട് അദ്ദേഹം ഓർക്കുന്നുണ്ടായിരുന്നു. എന്താ എന്റെ ഭാര്യനെ ഇന്നലെ അത്രയും പുച്ഛിച്ചതല്ലേ, അതുകൊണ്ട് തന്നെ സത്യം അറിയണമെന്നേ എനിക്കും തോന്നി, അതുകൊണ്ട് തന്നെ അന്വേഷിച്ചിറങ്ങിയതാ. ആ ജ്വല്ലറി കടയിൽ പോയിട്ടെ ഇവളുടെ കഴുത്തിട്ടേക്കുന്ന ഈ 3 പവന്റെ മാല മാത്രമേ അവിടുന്ന് വാങ്ങിച്ചിട്ടുള്ളൂ. ബാക്കി ഈ 25 പവന്റെ സ്വർണവേ വാങ്ങിച്ചതേ ആ മുക്കുവണ്ട കടയിന്ന എന്ന് പറയാണ്.
രവി ചോദിക്കാണ്, എന്താ ശ്രുതിമോളെ ഇതൊക്കെ, എന്തൊക്കെയായി കാണിച്ചു കൂട്ടുന്നേ? ഓരോ ദിവസവും ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കാണോ? ശ്രുതി ഒന്നും മിണ്ടുന്നില്ല കേട്ടോ. ശ്രുതി ചോദിക്കാണ്, എന്താ ശ്രുതി ഇത്? നീയല്ലേ പറഞ്ഞത് നിന്റെ അച്ഛൻ അയച്ച പൈസ കൊണ്ട് നീ വാങ്ങിച്ചതെന്നൊക്കെ, അപ്പൊ അതെല്ലാം കള്ളമായിരുന്നോ എന്ന് ചോദിക്കുമ്പോ ശ്രുതി ഒന്നും മിണ്ടുന്നില്ല കേട്ടോ. ദേ സംശയമുള്ള എല്ലാരും നോയിക്കോ, ശ്രീകാന്തെ, ദേ അമ്മേ അച്ഛ എല്ലാവരും കണ്ടല്ലോ, ഇതിന്ന് പെയിന്റ് ഇളകി വരുന്നത് നിങ്ങൾ കണ്ടല്ലോ എന്നും പറഞ്ഞ എല്ലാവരെയും കാണിക്കുന്നുണ്ട്. ഇതീ കൊള്ളു തെളിവൊന്നും ഇതിന് വേണ്ടല്ലോ. ഇവര് രണ്ടുപേരും, അതായത് ഈ പാർലേട്ടത്തെയും ഏടത്തിയുടെ ഫ്രണ്ടും കൂടി ആ ഒരു സ്വർണ്ണക്കട കയറിട്ടെ 3 പവന്റെ സ്വർണ്ണ വാങ്ങിച്ചുള്ളൂ. നേരെ പോയത് ആ റോൾഡ് ഗോൾഡ് കടയിലേക്കാ. അവിടുന്ന് ബാക്കി ആഭരണങ്ങൾ വാങ്ങിച്ച് ഷോ കാണിക്കാനായിട്ട് ഇങ്ങോട്ട് വരായിരുന്നു. ബാക്കി സ്വർണ്ണമൊന്നും ആരെ കൊണ്ടും തൊടിയിച്ചു പോലില്ലല്ലോ, ആ മാല മാത്രമല്ലേ കാണിച്ചുള്ളൂ എന്ന് പറയാണ്. ഇന്നലെ അച്ഛൻ 25 ലക്ഷം രൂപ അയച്ചു, അപ്പോത്തന്നെ അത് പോയി എടുത്തു. അപ്പോത്തന്നെ സ്വർണം വാങ്ങിച്ചു പറഞ്ഞപ്പോഴേ എനിക്ക് എന്തൊക്കെയോ ഡൗട്ട് അടിച്ചതാ. അങ്ങനെ അത്രയും പെട്ടെന്നൊക്കെ ഒരാൾക്ക് പൈസ അയക്കാൻ എടുക്കാനൊക്കെ പറ്റുമെന്ന് എനിക്ക് എന്തോ ചെറിയൊരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് അടിച്ചു. അതെന്തായാലും സത്യമായി, ഡൗട്ട് കറക്റ്റായി എന്ന് പറയാണ്. ചന്ദ്ര ആ സ്വർണം എടുത്തുകൊണ്ട് നമ്മുടെ ശ്രുതിയുടെ മുഖത്തേക്ക് വലിച്ചെറിയുന്നുണ്ട്. എന്താ ശ്രുതി ഇതൊക്കെ? ഇമ്മാതിരി കോമാളിത്തരം നീ എന്തിനാ കാണിച്ചത്? അത് പിന്നെ ആന്റി, ഇന്നലെ രേവതി കിടന്ന് അത്രയും ഷോ ഇറക്കിയതല്ലേ, അതുകൊണ്ട് രേവതിയുടെ പകരം വിട്ടാൻ വേണ്ടി ഞാൻ ചെയ്തതാ. നിന്റെ അച്ഛനപ്പോ പൈസ ഒന്നും അയച്ചില്ലേ? അച്ഛൻ ജയിലിലല്ലേ? ഞാൻ അവളെ ചെറിയച്ഛനോട് പറഞ്ഞപ്പോ അച്ഛനോട് പറഞ്ഞിട്ടുണ്ട് 1 മാസം താമസം വരുമെന്നാ പറഞ്ഞത്. അതുകൊണ്ടാ ഞാൻ പറയാതിരുന്നത്. ഇവളുടെ മുമ്പിൽ തോറ്റുപോയപ്പോ ഞാൻ ആകപ്പാടെ ഇല്ലാണ്ടായി. അവളെ ഒന്ന് തിരിച്ചു തോപ്പിക്കാനായിട്ട് ഞാൻ ചെയ്തതാ. ആ നന്നായി. എന്നിട്ടിപ്പോ വീണ്ടും തോറ്റതാരാ? ആ നീ തന്നെയല്ലേ എന്ന് പറയാണ്. ശ്രുതി പറയുന്നുണ്ട്, അത് പിന്നെ എന്നോട് ക്ഷമിക്കണം, ഞാൻ അറിയാതെ ഇവളോടൊന്ന് പകരം വീട്ടാനായിട്ട് സച്ചിയോടുള്ള ദേഷ്യം കൊണ്ട് ചെയ്തു പോയതാ. മതി, മിണ്ടി പോവരുത്, നീ നാണം കെടുത്താനായിട്ട് ഇറങ്ങിക്കോളും എന്നും പറഞ്ഞുകൊണ്ട് ചന്ദ്ര ദേഷ്യപ്പെട്ട അകത്തേക്ക് കയറി പോവാണ്. ശ്രുതി പറയുന്നുണ്ട്, എന്നോടെങ്കിലും നിനക്കൊരു വാക്ക് പറയായിരുന്നില്ലേ ശ്രുതി? അത് പിന്നെ ഞാൻ പറഞ്ഞാല് നീ ഇങ്ങനെ പേടിച്ച് വരച്ച് നടക്കും, എല്ലാവരോടും അറിയാതെ പറഞ്ഞും പോവും. അതുകൊണ്ട് ഞാനൊന്നും പറയാതിരുന്നത്. 1 മാസം കഴിയുമ്പോഴേക്കും പൈസ അയക്കാന്ന് അച്ഛൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ആഭരണം വാങ്ങാം, അതുവരേക്കും ഇതും കൊണ്ട് നടക്കാന്നാ ഞാൻ കരുതിയത്. രേവതിയെ തോപ്പിക്കാൻ വേണ്ടി ചെയ്തതാ എന്ന് പറയാണ്. സച്ചി പറയുന്നുണ്ട്, എന്തായാലും എനിക്ക് സമാധാനമായി, ഇന്ന് രാത്രി ഞാൻ സുഖമായിട്ട് കിടന്നുറങ്ങും എന്നും പറഞ്ഞുകൊണ്ട് ചിരിച്ചുകൊണ്ട് സച്ചിൻ രേവതി അകത്തേക്ക് കയറി പോവാണ്. ശ്രുതിക്ക് ആകെ പാടെ നാണക്കാരായിട്ടോ. വർഷയും ശ്രീകാന്തും കയറി പോകുന്നുണ്ട്. ശ്രുതി പറയാണ്, ഛേ നേരത്തേലും നാണക്കേടായത് ഇപ്പോഴാ, നേരത്തെ ഇത്രയും നാണക്കേടില്ലായിരുന്നു. നിനക്ക് അടങ്ങിയിരുന്നാ പോരായിരുന്നോ? എന്തിനാ വെറുതെ ഓരോ പ്രശ്നം ഉണ്ടാക്കി അവരുടെ വായിൽ കോരിട്ടിളക്കി ദേ ഇത്രയും പ്രശ്നത്തിലേക്ക് കൊണ്ടെത്തിച്ചില്ല നീ? എന്റെ ശ്രുതി, എല്ലാത്തിനും കാരണക്കാരൻ നീ ഒറ്റ ഒരുത്തനാ. അന്നുണ്ടാക്കിയ പ്രശ്നത്തിന്റെ ബാക്കിയാ ഈ വന്നുകൊണ്ടിരിക്കുന്നത്. ഇവളുടെയൊക്കെ മുമ്പില് നാണം കെടാതിരിക്കാൻ വേണ്ടിയാ ഞാൻ അങ്ങനെ ചെയ്തത്. എന്നിട്ട് എന്ത് ചെയ്യാനാ? അവളതെല്ലാം കണ്ടുപിടിച്ചു, അല്ലാതെ എന്ത് പറയാൻ എന്ന് പറഞ്ഞ് ദേഷ്യപ്പെട്ട് അകത്തേക്ക് കയറി പോവാൻ കേട്ടോ. അങ്ങനെ സച്ചിക്ക് ഭയങ്കര സന്തോഷമായിട്ടുണ്ട്. കാരണം അവൻ ഇന്നലെ ആ രേവതിനെ കുറെ കളിയാക്കിയതല്ലേ, അതിനുള്ള പകരം വീട്ടാൻ അവന് സാധിച്ചല്ലോ. അതുകൊണ്ട് തന്നെ ഭയങ്കര ഹാപ്പി ആയിട്ട് ഇരിക്കാൻ കേട്ടോ. ഇതുപോലുള്ള സ്റ്റോറീസൊക്കെ നമ്മുടെ ചാനലിലൂടെ എല്ലാ ദിവസവും അപ്ലോഡ് ചെയ്യുന്നുണ്ട്. മിസ്സാതിരിക്കാൻ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്സ് ഫോർ വാച്ചിങ്.